कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम हरे 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 कृष्ण 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 हरे राम राम हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे राम राम हरे कृष्ण 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 हरे 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 राम राम गौर हरि बोल हरि बोल हरि बोल हरि बोल निताय गौर हरि बोल हरि बोल हरि बोल हरि बोल जय जय प्रभुपाद 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 हरिनाम संकीर्तन यज्ञ की जय श्रील प्रभुपाद की जय गौर प्रेम ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण ഹരേ കൃഷ്ണ ഗുരുജി. ഇന്നിപ്പം 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിക്കുന്നത്. ഈ 4 ശ്ലോകവും വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. എല്ലാവരും ഇടയ്ക്ക് വായിക്കുക, ഈ ശ്ലോകം കാണാതെ പഠിക്കുക, ശരിക്കും ഓർത്തു വച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ 4 ശ്ലോകം. അപ്പോൾ ഇന്ന് 4-ാമത്തത് ആരെങ്കിലും വായിക്കാവോ ശ്ലോകം? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. ദദാതി പ്രതികൃഷ്ണാദി ഗുഹ്യമാഖ്യാദി പൃച്ഛതി ഭുങ്ക്തേ ഭോജയതേ ചൈവ ഷഡ്വിധം പ്രീതിലക്ഷണം. അന്വയവും അർത്ഥവും. ദദാതി ദാനം ചെയ്യുന്നു, പ്രതിഗൃഹണാദി തിരിച്ചു കിട്ടിയത് സ്വീകരിക്കുന്നു, ഗുഹ്യം ആഖ്യാദി രഹസ്യങ്ങളായ സംഗതികൾ പറയുന്നു, ഗുഹ്യം പൃച്ഛതി രഹസ്യങ്ങളായ സംഗതികൾ ചോദിക്കുന്നു, ഭുങ്ക്തേ ഭക്ഷിക്കുന്നു, ഭോജയതേ ചൈവ ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്നു. പ്രീതി ലക്ഷണം പ്രീതിയുടെ പ്രേമത്തിന്റെ സ്വഭാവങ്ങൾ. ഷഡ്വിധം ഇപ്രകാരം 6 വിധത്തിലാണ്. പരിഭാഷ. മറ്റുള്ളവർക്ക് ദാനമായി സമ്മാനങ്ങൾ നൽകുക, ദാനമായി ലഭിക്കുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കുക, തന്റെ രഹസ്യങ്ങൾ വിശ്വാസപൂർവ്വം അറിയിക്കുക, തന്റെ ഉള്ളിലുള്ള സംശയങ്ങൾ വിശ്വാസപൂർവ്വം ചോദിച്ചു മനസ്സിലാക്കുക, പ്രസാദം സ്വീകരിക്കുക, പ്രസാദം നൽകുക എന്നീ 6 കാര്യങ്ങൾ ഒരു ഭക്തനും മറ്റൊരു ഭക്തനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ലക്ഷണങ്ങളാകുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥമായിരിക്കുന്നു. വായിച്ചു 2 പേജ് വായിക്കും.
ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. മറ്റു ഭഗവത് ഭക്തന്മാരുമായി കൂടിച്ചേർന്ന് അവരൊന്നിച്ച് ഭക്തി പ്രവർത്തനങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്ന സംഗതിയാണ് ഈ ശ്ലോകത്തിൽ ശ്രീലരൂപ ഗോസ്വാമി പ്രതിപാദിക്കുന്നത്. മുഖ്യമായി 6 തരം പ്രവർത്തനങ്ങളാണ്. 1. ഭക്തന്മാർക്ക് ദാനം ചെയ്യുക. 2. പ്രതിഫലമായി ഭക്തന്മാർ നൽകുന്ന എന്തും സന്തോഷപൂർവ്വം സ്വീകരിക്കുക. 3. ഭക്തന്മാരോട് തന്റെ മനസ്സ് തുറന്നു കാണിക്കുക. 4. ഭഗവാനെ ഏകാന്തമായി സേവിക്കേണ്ടത് എങ്ങനെയെന്ന് ഭക്തന്മാരിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുക. 5. ഭക്തന്മാർ തരുന്ന പ്രസാദത്തെ മാനിച്ച് സ്വീകരിക്കുക. 6. ഭക്തന്മാരെ പ്രസാദം നൽകി ആദരിക്കുക. അനുഭവസ്ഥനായ ഭക്തൻ വിസ്തരിച്ച് പറഞ്ഞു തരുന്നു. അനുഭവം കുറഞ്ഞ ഭക്തൻ അത് കേട്ട് മനസ്സിലാക്കുന്നു. ഗുഹ്യമാക്കിയാതി പൃച്ഛതി എന്ന വാക്യത്തിന്റെ അർത്ഥമാണിത്. പരമപുരുഷോത്തമന് നിവേദിച്ചതിന് ശേഷം ഭക്തൻ വിതരണം ചെയ്യുന്ന പ്രസാദം നാം സ്വീകരിക്കണം. ഭക്തി സേവനത്തിന്റെ ഭാവം നിലനിർത്തുന്നതിന് അത് സഹായകമാകും. എന്തുകൊണ്ടെന്നാൽ ശുദ്ധാത്മാക്കളായ ഭക്തന്മാരിലൂടെ ലഭിക്കുന്ന ഭഗവത് അനുഗ്രഹമാണ് ആ പ്രസാദം. വിശുദ്ധരായ ഭക്തന്മാരെ നാം സ്വന്തം ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി പ്രസാദം നൽകിയും മറ്റെല്ലാ വിധത്തിലും പ്രീതിപ്പെടുത്തണം. ഭുക്തി ഭോജയതേ ചൈവ എന്ന പദ്യപാദത്തിന്റെ സാരാംശം ഇതാണ്. സാധാരണ സാമൂഹിക ജീവിതത്തിൽ പോലും സ്നേഹമുള്ള 2 സുഹൃത്തുക്കൾക്ക് തമ്മിൽ ഈ 6 തരം വ്യവഹാരങ്ങൾ ഒഴിച്ചുകൂടാത്തവയാണല്ലോ. ഒരു വ്യാപാരി മറ്റൊരു വ്യാപാരിയുമായി ബന്ധപ്പെടുവാൻ വിചാരിക്കുന്നു എന്നിരിക്കട്ടെ. ആദ്യമായി അയാൾ ഒരു ഹോട്ടലിൽ സദ്യക്കുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. ഭക്ഷണത്തിന് ശേഷം തന്റെ ലക്ഷ്യങ്ങൾ വ്യാപാരി സമൂഹത്തിനോട് തുറന്നു സംസാരിക്കുന്നു. താൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നറിയുവാൻ പിന്നീട് സുഹൃത്തിന്റെ ഉപദേശം തേടുന്നു. ചിലപ്പോൾ പരസ്പരം പാരിതോഷികങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. എവിടെ പ്രീതി പ്രവർത്തനങ്ങളുണ്ടോ, സ്നേഹപൂർവകമായ വ്യവഹാരങ്ങൾ നടക്കുന്നുവോ അവിടെ ഈ 6 സംഗതികൾ നിർവഹിക്കപ്പെടുന്നുണ്ടാവും. ഇതിനു മുമ്പത്തെ പദ്യത്തിൽ ശ്രീലരൂപ ഗോസ്വാമി ഉപദേശിച്ചിട്ടുണ്ട്. നാം ലൗകികരമായിട്ടുള്ള സംസർഗം ഉപേക്ഷിക്കണമെന്നും ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം നിലനിർത്തണമെന്നും. സംഗത്യാഗാദി സദോവൃത്തി. ഭക്തന്മാർ തമ്മിൽ പ്രീതിപൂർവകമായി ഈ 6 വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി സ്ഥാപിതമായിട്ടുള്ളത്. ഒരാൾ ആരംഭിച്ചതാണ് ഈ സംഘടന. ജനങ്ങൾ ധാരാളമായി വന്നു ചേരുന്നത് കൊണ്ടും ആദാന പ്രധാന വ്യവസ്ഥകൾ പരിപാലിക്കുന്നത് കൊണ്ടും ഇത് ആഗോള വ്യാപകമായി വളർന്നു വരുന്നു. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമിതിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ജനങ്ങൾ സംഭാവനകൾ നൽകുന്നുണ്ടെന്ന് കാണുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. കൃഷ്ണാവബോധം മാത്രം വിശദീകരിച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെയും മാസികകളുടെയും രൂപത്തിൽ ഞങ്ങൾ സാദരം എന്തു നൽകുന്നുവോ അത് സ്വീകരിക്കുന്നതിൽ ജനങ്ങൾ അത്യന്തം തൽപരരുമാണ്. ഞങ്ങൾ ചിലപ്പോൾ ഹരേ കൃഷ്ണ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുന്നതിന് ആജീവനാന്ത അംഗങ്ങളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചു വരുത്തുകയും ചെയ്യാറുണ്ട്. ഞങ്ങൾ നൽകുന്ന പ്രസാദ സദ്യയിൽ അവരെ പങ്കെടുപ്പിക്കാറുമുണ്ട്. സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ടവരാണ് ഞങ്ങളുടെ മിക്ക അംഗങ്ങളും. എങ്കിലും ഞങ്ങൾ കഴിവനുസരിച്ച് വിതരണം ചെയ്യുന്ന പ്രസാദം സ്വീകരിക്കുവാൻ അവർ വന്നു ചേരുന്നു. ചിലപ്പോൾ ഞങ്ങളുടെ അംഗങ്ങളും സഹായികളും ഭക്തിയുടെ സേവനത്തിന്റെ മാർഗത്തെപ്പറ്റി രഹസ്യമായി ഞങ്ങളോട് ആരായാറുണ്ട്. ഞങ്ങൾ വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കാറുമുണ്ട്. ഈ വിധത്തിൽ ഞങ്ങളുടെ സമിതി ലോകം മുഴുവനും വിജയകരമായി വ്യാപിച്ചു വരുന്നു. എല്ലാ രാജ്യങ്ങളിലും ബുദ്ധിമാന്മാരുടെ സമൂഹം കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളെ ക്രമത്തിൽ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നു. അംഗങ്ങൾ തമ്മിൽ മേൽപ്പറഞ്ഞ 6 വിധത്തിലുള്ള പ്രീതി വ്യവഹാരങ്ങൾ കൊണ്ട് കൃഷ്ണാവബോധ സമിതിയുടെ നിലനിൽപ്പിന് പോഷണം ലഭിക്കുന്നു. ആകയാൽ ഇസ്കോണുമായി ബന്ധപ്പെടുന്നതിന് ജനങ്ങൾക്ക് അവസരം ലഭ്യമാക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അതുവഴി മുൻ പ്രസ്താവിച്ച ഷഡ്വിധ പ്രേമ വ്യവഹാരങ്ങൾ പരസ്പരം നടത്തി തന്റെ അന്തർലീന കൃഷ്ണാവബോധത്തെ പുനരുദ്ധരിക്കുവാൻ ഓരോ മനുഷ്യനും സാധിക്കും. സംഗാത് സംജായതേ കാമ എന്ന ഭഗവത്ഗീതയിൽ 2:62 ശ്ലോകത്തിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അയാളുടെ കൂട്ടുകെട്ടിനനുസരിച്ചാണ് രൂപപ്പെടുന്നതും വളരുന്നതും. കൂട്ടുകെട്ടിൽ നിന്ന് ഒരാളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയാറുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ ഭക്തന്മാരുമായി കൂടിക്കഴിയുന്നതായാൽ അവനിൽ അന്തർലീനമായ കൃഷ്ണാവബോധം തീർച്ചയായും വികസിക്കുന്നതാണ്. കൃഷ്ണാവബോധ ജ്ഞാനം എല്ലാ ജീവികളിലും സഹജമായിട്ടുണ്ട്. ജീവൻ മനുഷ്യരൂപം സ്വീകരിക്കുമ്പോൾ അതൊരു പരിധിയോളം വളർന്നിട്ടുണ്ടാവും. ചൈതന്യ ചരിതാമൃതം മദ്യം 22:107 പറയുന്നത് ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ. വായിക്കണം. അപ്പോ ഈ ശ്ലോകത്തില് ഒരു ഡിവോട്ടിയുമായിട്ട് ഭക്തനുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ഭക്തനോടൊപ്പം ഒരുമിച്ച് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, എല്ലാം 6 പഠിച്ചു. അപ്പോൾ ഇവിടെയും ഒരു 6 കാര്യം പറയുകയാണ്. എന്തൊക്കെയാണ് ഒരു ഭക്തന്മാരോടൊപ്പം ഇരുന്ന് ഭക്തിയുത സേവനം ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ്. നമ്മൾ സാധാരണ ഇവിടെ പറയുന്നത് പോലെ ഭക്തന്മാർ മാത്രമല്ല, ഭൗതിക ലോകത്തിൽ പോലും ഈ 6 കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. എന്താണ്?
ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ, ഒരു മാരേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഫെസ്റ്റിവൽ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിലുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്യുമായിരിക്കും. ഗിഫ്റ്റ് കൊടുക്കും നമ്മൾ. എന്നിട്ട് അതേപോലെ അവരെ നിന്ന് നമ്മൾ ഗിഫ്റ്റ് മേടിക്കും. കാരണം നമ്മൾ ഒരു ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് അവരുടെ വീട്ടിൽ അവരെ വിഷ് ചെയ്തിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കും. അതേപോലെ തിരിച്ച് അവരെന്താണ് നമുക്കൊരു ഗിഫ്റ്റ് തരും. ഒരിക്കലും സ്നേഹമില്ലാത്ത ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോവില്ല. അപ്പൊ ആർക്കായിരിക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പോവുക? സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുക. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്, ദാനം ചെയ്യുന്നു, ദാനം സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. ഇനി അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ കുറേ രഹസ്യങ്ങൾ പറയും. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും സീക്രട്ട് കാര്യങ്ങളുണ്ടാവാം. ഇത് ആരെടുത്തെങ്കിലും ഷെയർ ചെയ്യണം. മനസ്സിനകത്ത് കുറേ ഇട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു ഭാരമായിട്ട് തോന്നാം. അപ്പോൾ നമ്മൾ ആരെടുത്തെങ്കിലും ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുന്ന കാര്യം ഒരു റോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്താണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തീരും. അപ്പോൾ നമ്മൾ ആരെടുത്തായിരിക്കും ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ ഷെയർ ചെയ്യും. കാരണം ആ വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി നമ്മൾ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകാത്ത രീതിയിൽ ആ കാര്യത്തിന് ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ടായിരിക്കും നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് നമ്മളത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം. ഒന്ന്, നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു, ഗിഫ്റ്റ് സ്വീകരിച്ചു. ദാനം കൊടുത്തു, ദാനം സ്വീകരിച്ചു. അടുത്തത്, നമ്മുടെ രഹസ്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. എന്നിട്ട് അതേപോലെ അവർ രഹസ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഡ്വൈസും അവർക്ക് കൊടുക്കുമായിരിക്കും. അതും നമ്മൾ ചെയ്യാറുണ്ട്. ഇനി എന്താ പറയുക, അടുത്തത് കഴിക്കാം. നമ്മൾ ഏതൊരു പാർട്ടി, എന്തൊരു ഫെസ്റ്റിവൽ എടുത്താലും കഴിപ്പില്ലാത്തൊരു പാർട്ടി ഇല്ല. ഭക്ഷണമില്ലാത്ത ഒരു വിശേഷം ഉണ്ടാവില്ല. ഈവൻ ചത്ത വീടായിരുന്നാൽ പോലും അവിടെയും ബോഡി എടുക്കുന്ന മുമ്പ് ടീ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര സെറ്റപ്പാണ്. ഹോട്ടലിൽ നിന്ന് വരുത്തി വെച്ച് ബഫേ സിസ്റ്റത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് മരണം വീടാണോ എന്ന് ഡൗട്ടാവും. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അവരെന്താ ചെയ്യുന്നത്? വീട്ടിൽ പാചകം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് എല്ലാം വാങ്ങിച്ചു വെച്ച് അവിടെ കഴിച്ചിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്തൊരു ഫെസ്റ്റിവലിനും എന്തുണ്ട് എന്ന് ചോദിച്ചാൽ കഴിക്കുന്ന സമ്പ്രദായമുണ്ട് ഇവിടെ. അപ്പോൾ കഴിക്കുന്നുണ്ട്, കഴിപ്പിക്കുന്നുണ്ട്, അല്ലേ? ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 6 കാര്യവും എവിടെയാ ചെയ്യുന്നത്? നമ്മൾ ഒരു സ്നേഹമുള്ള ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ 6 കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ ഇവിടെ ഭക്തന്മാരുമായിട്ട് നമ്മൾ യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ഈ 6 കാര്യവും നടക്കും. അപ്പോൾ ഒരു ഭക്തന്മാരുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇടപഴകേണ്ടത്, അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ചൊരുമിച്ചിരുന്ന് എങ്ങനെയാണ് ഭക്തിയുത സേവനം ചെയ്യേണ്ടത് എന്ന് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ഈവൻ പ്രസാദം കഴിക്കുമ്പോഴും പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പോയിരുന്ന് നമുക്ക് കഴിക്കാം, വലിയ പ്രശ്നമില്ല. പക്ഷെ സാധാരണ വലിയ അമ്പലങ്ങളിലൊക്കെ കുറച്ച് എല്ലാ ഭക്തന്മാരും ഒന്നിച്ചിരുന്ന് കഴിക്കും. ഒന്നിച്ചിരുന്ന് നാമം ജപിക്കും, ഒന്നിച്ചിരുന്ന് ഭഗവാന്റെ പ്രസാദത്തിന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് ഒന്നിച്ചിരുന്ന് പ്രസാദം കഴിച്ചിട്ട് കൃഷ്ണകഥ സംസാരിച്ചുകൊണ്ടായിരിക്കും പ്രസാദം കഴിക്കുക. കാരണം ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പോൾ അവിടെ കഴിക്കുമ്പോഴും നമ്മൾ പലതും വേറെ ആയിരിക്കും ചിന്തിക്കുക. ഒരിക്കലും എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് അവസരം കിട്ടില്ല. ഭഗവാന്റെ പ്രസാദത്തിന്റെ മഹാത്മ്യത്തിനെയോ അല്ലെങ്കിൽ വേറൊരു കാര്യമോ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അതേ ഇത് 2-3 ഭക്തന്മാരിയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഭഗവാനെ ഓർക്കാനോ അല്ലെങ്കിൽ ഭക്തന്മാർ ആ ഡിസ്കഷൻ, ഭഗവത് സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടായിരിക്കും കഴിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരുമിച്ച് ഭക്തന്മാരോട്ട് ഇരിക്കണം. അതേപോലെ ആരെടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നുണ്ട് ഇവിടെ, ഈവൻ ഒരു ബിസിനസ് നടക്കുമ്പോൾ പോയി ഒരു കച്ചവടക്കാരൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ബിസിനസ് പാർട്ടി നടക്കും. എന്തിനാ ഈ ബിസിനസ് പാർട്ടി? വലിയ ഹോട്ടൽസിലൊക്കെ വെച്ചിട്ട് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ 2 കൂട്ടരും വിളിക്കും. ആര്? ബിസിനസ് ചെയ്യാൻ പോകുന്ന ആളും അത് മേടിക്കുന്ന ആൾക്കാരും 2 പേരും കൂടെ അവിടെ വന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കും, അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ആ പ്രോഡക്ട്സിനെ എങ്ങനെ നമുക്ക് എന്താണ് അത് എന്ന് പറഞ്ഞ് പ്രോഡക്ട്സിനെ കുറിച്ച് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് ഈ പ്രോഡക്ട്സ് എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ള കാര്യവും ആര് പഠിപ്പിക്കും? ആ വ്യക്തി പഠിപ്പിക്കും. അപ്പം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ടായിരിക്കും ഇവർ ആ ബിസിനസ് ചെയ്യുക. ആ ബിസിനസ് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? പാർട്ടി ഉണ്ടാവും. ചിലപ്പോൾ അവർ ആ ബിസിനസ് പാർട്ടിയിൽ ആഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ച് 2 പേര് ഇരുന്ന് ഒന്നിച്ച് കഴിക്കും, ഗിഫ്റ്റ് കൊടുക്കും. ചിലപ്പോൾ ഈ കമ്പനിക്കാർ ആർക്കും ഗിഫ്റ്റ് കൊടുക്കും, ഈ വ്യക്തികൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് എന്ന് പറയാം. എന്നാൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ അങ്ങനെ തന്നെയാണ് ഈ പ്രസ്ഥാനമേ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഈ പ്രസ്ഥാനത്തില് യോഗിമാരെ പോലെ കഴിക്കാതിരിക്കണം, ആരടുത്ത് സംസാരിക്കാതിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റിട്ടിരിക്കണം, മന്ത്രം മാത്രമേ ജപിക്കാവൂ, ഇങ്ങനെ ഒരു നിയമവും ഇല്ല. നമുക്ക് നിയമങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇസ്കോണിൽ കാണാൻ പറ്റും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ആ ഡിവോട്ടിയിലും ആ ക്വാളിറ്റി കാണാം. അപ്പോൾ ആരാണ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അവർക്ക് ആ ക്വാളിറ്റി ഉണ്ടാകും. പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് ആ ക്വാളിറ്റി കാണില്ല. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏക പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കലിയുഗമായതുകൊണ്ട് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഈ 6 കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഫസ്റ്റ് പറയുന്ന വാചോവേഗം, മനസ്സക്രോധവേഗം, ഈ ഇന്ദ്രിയങ്ങൾ 6 നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, അല്ലെ? ഇനി അത്യാഹാര പ്രയാസ എന്ന് പറയുന്ന ആ 6 കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ വർജിക്കേണ്ട കാര്യങ്ങൾ, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തത് ഭക്തന്മാരുമായിട്ട് ഒത്തൊരുമയോട് കൂടി ഇരിക്കുക. എങ്ങനെയാണ് ഡിവോഷണൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഈ 6 കാര്യങ്ങൾ. ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എവിടെ നമുക്ക് കാണാൻ പറ്റും? ഇസ്കോണിനകത്ത് കാണാൻ പറ്റും. അതിനാണ് പ്രഭുപാദ് പറയുന്നത്, ഞങ്ങളും ചെയ്യാറുണ്ട് ഈ ഫെസ്റ്റിവൽ. എങ്ങനെയാ ചെയ്യാറുണ്ട്? ഞങ്ങൾ ഫെസ്റ്റിവൽ ആകുമ്പോൾ ഞങ്ങളുടെ ലൈഫ് മെമ്പേഴ്സിനെ വിളിക്കും, അല്ലെങ്കിൽ പബ്ലിക്കിനെ വിളിക്കും. വിളിച്ചിട്ട് അവർക്ക് പ്രസാദം കൊടുക്കും. സൊസൈറ്റിയിൽ വലിയ വലിയ ആൾക്കാരെല്ലാം വിളിച്ചിട്ട് അവർക്കൊന്നും നമ്മുടെ പ്രസാദത്തിന് ആവശ്യമില്ല. നമ്മളൊരു കിച്ചടി ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഒരു പായസവും ചോറും കൊടുക്കും. ഇതൊന്നുമില്ല. അവർക്ക് വലിയ ഹോട്ടൽസിൽ പോയിട്ട് വലിയ രീതിയിൽ അവർക്ക് കഴിക്കാൻ പറ്റും. എന്നിരുന്നാലും ഇവിടെ സ്നേഹപൂർവ്വം ഒരു ഭക്തൻ ഭഗവാന്റെ പ്രസാദം കൊടുക്കുമ്പോൾ അവർ സ്നേഹപൂർവ്വം അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പിയാണ്. കൊടുത്ത ഭക്തനും ഭയങ്കര ഹാപ്പിയാണ്, അത് സ്വീകരിച്ച വ്യക്തിക്കും ഭയങ്കര ഹാപ്പിയാണ്. അതായത് ചതുർവിധ ശ്രീ ഭഗവത് പ്രസാദ സ്വാതന്ന തൃപ്താൻ ഹരിഭക്ത സംഘ കൃത്വൈത തൃപ്തിം ഭജത സദൈവ വന്ദേ ഗുരു ശ്രീ ചരണാരവിന്ദം. അതായത് ഗുരു അഷ്ടകം അത് പാടുമ്പോൾ ഗുരുയുടെ ക്വാളിറ്റി എന്താണ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുവിന് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചതുർവിധ 4 വിഭവങ്ങൾ, 4 തരത്തിൽ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭഗവത് പ്രസാദ സ്വാതന്ന തൃപ്താൻ ഹരിഭക്ത സംഘ, ഹരിഭക്തന്മാർക്ക് ഈ സ്വാതന്ന, ഈ സ്വാദുള്ള ഈ പ്രസാദം അവർക്ക് കൊടുത്ത് അവരെ കഴിക്കുമ്പോൾ അവർ കഴിച്ച് സന്തോഷം കിട്ടും അവർക്ക്. ആ സന്തോഷം കാണുന്നതാണ് യഥാർത്ഥ ഭക്തന്റെ സന്തോഷം. അങ്ങനത്തെ വ്യക്തിയാണ് എൻ്റെ ആധ്യാത്മിക ഗുരു. ആ ഗുരുവിനെയാണ് ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആ ഗുരു എങ്ങനെയാ അതാണ് പ്രഭുപാദ് കാണിച്ചിരുന്നത്. പ്രഭുപാദ് ഒരു ദിവസം വളരെ നിസ്സാരമായിട്ട് അരമണിക്കൂർ കൊണ്ട് 150 പേർക്ക് കുക്ക് ചെയ്യും പ്രഭുപാദ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നാൽ അയ്യോ ഇൻഫോം ചെയ്തിട്ട് വന്നില്ലല്ലോ, ഇവർക്ക് എങ്ങനെ കൊടുക്കും എന്നെല്ലാം വിഷമിക്കും. അത് ഒരു ദിവസം 2 ദിവസം അല്ല പ്രഭുപാദ്, എല്ലാ സൺഡേസും ഈ ലവിങ് ഫീസ്റ്റ്, സൺഡേസ് ഇസ്കോണിൽ ഓൾ ഓവർ വേൾഡിൽ എന്താണ് ലവിങ് ഫീസ്റ്റ് എന്ന് പറയുന്ന ഈ ഫീസ്റ്റ് ഉണ്ടാവും, ഈ സദ്യ ഉണ്ടാവും. അപ്പോൾ പ്രഭുപാദ് ഒറ്റയ്ക്ക് ഡെയിലി നമ്മുടെ വീട്ടിൽ ഒരു ദിവസം ഗസ്റ്റ് വന്നാൽ നമ്മൾ കൊടുക്കും സന്തോഷമായിട്ട്. 2 ദിവസം വന്നാൽ കുറച്ച് മുഖം ചുളിച്ചിട്ട് കൊടുക്കും. 3-ാമത്തെ ദിവസം അയ്യോ ഇവർ എന്നും വന്നാൽ ഞാൻ എങ്ങനെ കുക്ക് ചെയ്യും എന്ന് നമ്മൾ ചോദിച്ചു അറിയാതെ. കാരണം നമുക്ക് പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നാൽ പോലും നമുക്ക് ഡെയിലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാധിക്കാത്ത വിഷയം. ഒരു പരിചയവും ഇല്ലാത്ത ആൾക്ക് ഡെയിലി കുക്ക് ചെയ്ത് അവർക്ക് അത് 150 പേർക്ക്, അത് പ്രഭുപാദ് ഒരു കലത്തിന്റെ മേലെ ഒരെണ്ണത്തിന്റെ മേലെ ഒരു കുക്കറിൽ തന്നെ 3 ഐറ്റം വെച്ചിട്ട് പ്രഭുപാദ് കുക്ക് ചെയ്യും. അങ്ങനെ 4 അടുപ്പില് വെക്കുമ്പോൾ അത്രയും ഐറ്റംസ് 150 പേർക്ക് 4-5 വെറൈറ്റി ഐറ്റംസ് പ്രഭുപാദ് പട്ടപ്പട്ടാന്ന് ചപ്പാത്തി ഉണ്ടാക്കും, എല്ലാവർക്കും റൈസ് ഉണ്ടാക്കും, ഡാൾ ഉണ്ടാക്കും, സബ്ജി ഉണ്ടാക്കും. ഇതെല്ലാം പ്രഭുപാദ് ഈസി ആയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും അതിശയിച്ച് നോക്കും. കാരണം നമ്മൾ ഒരു പരിപ്പ് വെച്ചിട്ട് അടുത്തത് ചോറ് വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ മണിക്കൂർ കണക്കിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് അതേ അരമണിക്കൂറിൽ 4-5 ഐറ്റം വെക്കും. അപ്പൊ പ്രഭുപാദ് അങ്ങനെയാണ്, ഒരു ആള് ചോറ് വേവിക്കുന്ന അതേ ഒരു കുക്കറിനകത്ത് ഒരു പാത്രത്തില് ചോറുണ്ടെങ്കിൽ അതിന്റെ മേലെ ഡാള് വേവിക്കും, പരിപ്പ് വേവിക്കും. അതിന്റെ മേലെ ഒരു സാധനം, 3 സാധനം ഒന്നിച്ച് പ്രഭുപാദ് വേവിച്ചെടുത്തിട്ട് അപ്പോൾ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് 70 വയസ്സായ വ്യക്തി ചെയ്തു എത്ര കാലം. അപ്പൊ എന്തുകൊണ്ടാണ് പ്രഭുപാദ് ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രഭുപാദ് ഈ പഠിപ്പിക്കുന്ന കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. വെറുതെ അല്ല ആ പ്രസ്ഥാനത്തിൽ സംസാരിച്ചത്, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നാണ് ആചാര്യസ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്തത്? എല്ലാ ഫെസ്റ്റിവൽ വരുമ്പോൾ ഇങ്ങനത്തെ VIPസിനെല്ലാം വിളിച്ചിട്ട് മറ്റു ആൾക്കാരെ എല്ലാം വിളിച്ചിട്ട് അവർക്കെല്ലാം പ്രസാദം കൊടുക്കും, ആവശ്യമുള്ള പ്രസാദം കൊടുക്കും. അവരും വളരെ സന്തോഷമായിട്ട്
അത് മാത്രമല്ല ബുക്സ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവിടെ നിന്നിട്ട് ഭഗവാന്റെ പുസ്തകങ്ങൾ അവർ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇവർ കൊടുത്തപ്പോൾ അവർ തിരിച്ച് ഡൊണേഷൻ കൊടുത്തു. നമ്മുടെ നാട്ടിലാണ് ഈ പുസ്തകത്തിന് 40 രൂപ, ഇതിന് 100 രൂപ എന്നൊക്കെ നമ്മൾ റേറ്റ് പറഞ്ഞ് നമ്മൾ മേടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കൂ എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും. അവിടെയൊക്കെ പോയിട്ട് ഫോറിൻ കൺട്രീസിലൊക്കെ പ്രൂപ്പർ ആക്ച്വലി ഈ ബുക്കൊക്കെ ചെയ്തതെല്ലാം ഫോറിനിൽ വെച്ചാണ്. അവിടെ തന്നെയാണ് പ്രീച്ചിങ് ഓൾമോസ്റ്റ് ചെയ്തത്. അപ്പോൾ പ്രൂപ്പർ എന്ത് ചെയ്യും വെച്ചാൽ അവിടെ ഉള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബുക്ക് കൊണ്ടുപോയിട്ട് ഇത് നല്ല ബുക്കാണ്, ബുക്കിനെ കുറിച്ച് പറയും, എന്തെങ്കിലും ഡൊണേഷൻ തന്നാൽ മതി എന്ന് പറയും. അവർ എത്ര കൊടുത്താലും മേടിക്കും. കാരണം ഒരാൾ ചിലപ്പോൾ ഒരു ബുക്കിന്റെ വില 100 രൂപയാണെങ്കിൽ ഒരാൾ ചിലപ്പോൾ 50 രൂപ കൊടുക്കും, ഒരാൾ ചിലപ്പം എന്താ പറയുക കൊടുക്കാതെ ഒന്നുമില്ല എന്ന് പറയും. പക്ഷെ ഒരാൾ 500 രൂപയും കൊടുക്കും. അപ്പോൾ ഇവർ എങ്ങനെ നോക്കിയാലും ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ പുസ്തകത്തിന്റെ പൈസയ്ക്ക് നഷ്ടം വരില്ല. അപ്പോൾ പലരും ഡൊണേഷൻ കൊടുക്കും. അപ്പോൾ ഒരെണ്ണം കൊടുത്തു, ഒരെണ്ണം തിരിച്ച് അക്സെപ്റ്റ് ചെയ്യും. രണ്ടുമേ എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു പ്രൂഫ്. അത് കൃഷ്ണാവബോധത്തിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അന്നദാനം നടത്തണമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പാചകം ചെയ്ത് എല്ലാം ചോറ് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് മേടിച്ചിട്ട് നമുക്ക് ഒരു 10-50 പേർക്ക് ചോറും കാര്യമൊക്കെ കൊടുക്കാം. പക്ഷെ അത് അത് കൃഷ്ണനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പാചകം ചെയ്ത് അതിനെ ഭഗവാന് നിവേദിച്ചിട്ട് ആ നിവേദ്യ പ്രസാദമാണ് 50 പേർക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കൃഷ്ണാവബോധ പ്രവൃത്തിയാണ്. നേരത്തെ ചെയ്തതിലും ഇതിനും ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ കൃഷ്ണഭക്തി പുരോഗമനം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഇവിടെ. അപ്പൊ എല്ലാ ജീവാത്മാക്കൾക്കും ഉള്ളിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണാവബോധം ഉണ്ട്. പക്ഷെ അതിനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഡീലിങ്സ് ആ ഭക്തന്മാരുമായിട്ട് 6 കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആ കൃഷ്ണാവബോധം ഈസി ആയിട്ട് ഓരോ വ്യക്തിയിലും പുറത്തുണ്ടാവും വരും എന്നാണ് പറയുന്നത്. അടുത്ത് വായിക്കാം ആരെങ്കിലും ആ ശ്ലോകം കഴിഞ്ഞിട്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിത്യസിദ്ധ കൃഷ്ണ പ്രേമ സാധ്യ കബുദയ ശ്രവണാദി ശുദ്ധ ചിത്തേ കരയെ ഉദയ. എല്ലാ ജീവികളിലും കൃഷ്ണപ്രേമം നിത്യപ്രതിഷ്ഠിതമാണ്. അത് മറ്റൊരിടത്തു നിന്ന് സിദ്ധിക്കേണ്ട ഒന്നല്ല. ശ്രവണം, കീർത്തനം എന്നിവ കൊണ്ട് ഹൃദയം ശുദ്ധമായാൽ കൃഷ്ണഭക്തി സ്വാഭാവികമായും ഉണരുന്നു. കൃഷ്ണാവബോധം എല്ലാ ജീവികളിലും സ്വതസിദ്ധമായിട്ടുള്ളതാകയാൽ കൃഷ്ണനെ കുറിച്ച് കേൾക്കാനുള്ള അവസരം ഓരോരുത്തർക്കും ലഭിക്കേണ്ടതാണ്. ശ്രവണം കൊണ്ടും കീർത്തനം കൊണ്ടും തന്നെ ഒരാളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നു. അയാളിലുള്ള കൃഷ്ണാവബോധം സത്വരം ജാഗ്രതായി തീരുന്നു. കൃഷ്ണാവബോധം ഹൃദയത്തിലേക്ക് കൃത്രിമമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നല്ല, അത് അവിടെ തന്നെ ഉള്ളതാണ്. പരമപുരുഷോത്തമന്റെ തിരുനാമങ്ങൾ ഒരാൾ ജപിക്കുമ്പോൾ അയാളുടെ മനസ്സ് സാധാരണ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായി തീരും. ശ്രീ ശിക്ഷാഷ്ടകം എന്ന ഗ്രന്ഥത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നതു ശ്രദ്ധിക്കുക. ചേതോദർപ്പണ മാർജനം ഭവമഹാ ഗ്നി നിർവാപണം ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവദുജ്ജീവനം ആനന്ദാഭുതിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാത്മസ്നപ്പനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ശ്രീകൃഷ്ണ സങ്കീർത്തനം സർവോത്കർഷേണ വർത്തിക്കുന്നു. കാലങ്ങളായി ഹൃദയ കണ്ണാടിയിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പൊടിപടലമെല്ലാം അത് തുടച്ചു മാറ്റുന്നു. ജനന മരണ രൂപമായ സംസാരമാകുന്ന കാട്ടുതീയിനെ കെടുത്തുന്നു. ഈ സങ്കീർത്തന പ്രസ്ഥാനം മനുഷ്യർക്കെല്ലാം വലിയ ഒരു അനുഗ്രഹമാണ്. എന്തുകൊണ്ടെന്നാൽ അത് ശ്രേയസ്സാകുന്ന ചന്ദ്രിക എമ്പാടും പരത്തുന്നു. അത് ഈശ്വര വിദ്യയുടെ ജീവനുമാണ്. ദിവ്യമായ ആനന്ദ സമുദ്രത്തെ അത് അഭിവൃദ്ധമാക്കുന്നു. നിത്യവും നാം ഉത്കണ്ഠയോടുകൂടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അമൃതം പൂർണ്ണമായി ആസ്വദിക്കുന്നതിന് അത് നമ്മെ കഴിവുള്ളവരാക്കുന്നു. മഹാമന്ത്രം കീർത്തനം ചെയ്യുന്നവൻ മാത്രമല്ല ശുദ്ധീകരിക്കപ്പെടുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ആ ദിവ്യ മന്ത്രത്തിന്റെ തരംഗങ്ങൾ ശ്രവിക്കുവാൻ ഇടയാകുന്ന ഏതൊരാളുടെ ഹൃദയവും പരിശുദ്ധമാക്കപ്പെടുന്നു. മൃഗങ്ങൾ, കീടങ്ങൾ, വൃക്ഷങ്ങൾ, ഇതര ജീവഭേദങ്ങൾ എന്നീ ജീവാത്മാക്കൾ പോലും ഈ ദിവ്യമന്ത്ര തരംഗങ്ങളാൽ ശുദ്ധി നേടുകയും
തികച്ചും കൃഷ്ണാവബോധമുള്ളവരായി തീരുവാൻ തയ്യാറാവുകയും ചെയ്യുന്നു. മനുഷ്യരിൽ താഴെയുള്ള ജീവജാലങ്ങളെ ഭൗതികതയുടെ ബന്ധനത്തിൽ നിന്ന് എങ്ങനെ മുക്തരാക്കുവാൻ കഴിയുമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരിക്കൽ ഹരിദാസ് ടാഗോറിനോട് ചോദിക്കുകയുണ്ടായി. ഭഗവത് നാമങ്ങൾ കീർത്തനം ചെയ്യുന്നത് വളരെ ശക്തിമത്താണെന്നും ഒരു കാടിന്റെ ഏതെങ്കിലും വിദൂര ഭാഗത്തുനിന്ന് ഒരാൾ കീർത്തനം ചെയ്താലും അവയുടെ തരംഗങ്ങൾ കേട്ടും അനുഭവിച്ചും മരങ്ങളും മൃഗങ്ങളും കൃഷ്ണാവബോധത്തിൽ പുരോഗമിക്കുമെന്നും ഹരിദാസ ടാഗോർ അപ്പോൾ മറുപടി പറഞ്ഞു. ശ്രീ ചൈതന്യ മഹാപ്രഭു ചാരിഖണ്ഡം എന്ന വനത്തിലൂടെ പോകുമ്പോൾ ഈ വസ്തുത ശരിക്കും സ്വയം തെളിയിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ കടുവകളും സർപ്പങ്ങളും മാനുകളും മറ്റു മൃഗങ്ങളും നിസർഗജമായ പരസ്പര വൈരം വിസ്മരിച്ച് സങ്കീർത്തനത്തിൽ പങ്കെടുക്കുവാനും നൃത്തം വയ്ക്കുവാനും തുടങ്ങി. നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ അനുകരിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ നാം അദ്ദേഹത്തിന്റെ പാദകമലങ്ങളെ പിന്തുടരണം. വ്യാഘ്രങ്ങൾ, സർപ്പങ്ങൾ, പൂച്ചകൾ, നായ്ക്കൾ മുതലായ മൃഗങ്ങളെ ഇപ്രകാരം മോഹിപ്പിക്കുവാനോ നൃത്തം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുവാനോ തക്കവണ്ണം നാം ശക്തരല്ല. എന്നാലും ലോകത്തെമ്പാടുമുള്ള ഒട്ടുവളരെ ജനങ്ങളെ കൃഷ്ണാവബോധത്തിലേക്ക് ശരിക്കും പരിവർത്തനം ചെയ്യിക്കുവാൻ നമുക്ക് സാധിക്കും. ഭഗവത് നാമങ്ങൾ സങ്കീർത്തനം ചെയ്യുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ദധാതി തത്വമനുസരിച്ചുള്ള ഉദാത്തമായ ഒരു ദാനകർമ്മത്തിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ്. ഇതേ രീതി അനുസരിച്ച് പ്രതിഗൃഹണാദി തത്വത്തിനു യോജിച്ച രീതിയിൽ ദിവ്യമായ ഉപഹാരങ്ങൾ സ്വീകരിക്കുന്നതിനും നാം തയ്യാറായിരിക്കണം. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തെപ്പറ്റി ഓരോരുത്തരും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ഈ ഭൗതിക ലോകത്തിന്റെ സ്ഥിതിയെപ്പറ്റി മനസ്സിലാക്കുന്നതിന് തൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തുകയും വേണം. അങ്ങനെ ഗുഹ്യമാഖ്യാതി പൃച്ഛതി എന്ന തത്വങ്ങൾ പ്രാവർത്തികമാക്കാം. അടുത്തത് വായിക്കണോ? ആ പാരഗ്രാഫ് നിൽക്കുന്നവർ വായിക്കും. ആ ശ്ലോകത്തിന്റെ മുന്നിൽ വരാം. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ അംഗങ്ങൾ അവരുടെ എല്ലാ ശാഖകളിലും ഞായറാഴ്ച തോറും സ്നേഹ വിരുന്നുകൾ സംഘടിപ്പിക്കുമ്പോൾ തങ്ങളോട് കൂടിയിരുന്നു ഭക്ഷിക്കുവാൻ എല്ലാ അംഗങ്ങളെയും അനുഭാവികളെയും ക്ഷണിക്കാറുണ്ട്. തൽപരന്മാരായ അനേകം ജനങ്ങൾ പ്രസാദത്തെ മാനിക്കുന്നതിനായി വരാറുണ്ട്. മാത്രമല്ല, സാധിക്കുമ്പോഴെല്ലാം അവർ സമിതിയിലെ അംഗങ്ങളെ സ്വന്തം വസതികളിലേക്ക് ക്ഷണിച്ചാനയിക്കുകയും വിഭവസമൃദ്ധമായ പ്രസാദ സദ്യ നൽകി അവരെ ഊട്ടുകയും ചെയ്യാറുണ്ട്. ഇപ്രകാരം സമിതിയിലെ അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും പരസ്പരം ഗുണലാഭമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. യോഗികളെന്നും ജ്ഞാനികളെന്നും കർമ്മികളെന്നും ദാനശീലരെന്നും മറ്റും പറഞ്ഞു നടക്കുന്നവരുമായി ജനങ്ങൾ കൂട്ടുകൂടരുത്. അവരുടെ സംസർഗം നിമിത്തം ആർക്കും ഒന്നും നേടുവാനില്ല. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം പ്രാപിക്കുവാൻ ഒരാൾ ശരിക്കും ആശിക്കുന്നുവെങ്കിൽ അയാൾ യഥാർത്ഥ കൃഷ്ണാവബോധ പ്രസ്ഥാനക്കാരുമായി ഇടപഴകണം. എന്തുകൊണ്ടെന്നാൽ പ്രസ്തുത സംഘടന മാത്രമേ ഈശ്വരപ്രേമം എങ്ങനെ വളർത്താം എന്ന കാര്യത്തെക്കുറിച്ച് വേണ്ട വിധം പഠിപ്പിക്കുന്നുള്ളൂ. മനുഷ്യ സമൂഹത്തിന്റെ ഒരു വിശിഷ്ട പ്രവർത്തനമാണ് മതം. അത് മനുഷ്യന്റെയും മൃഗത്തിന്റെയും സമൂഹങ്ങൾ തമ്മിലുള്ള അന്തരം സൂചിപ്പിക്കുന്നു. മൃഗ സമുദായത്തിന് ഒരു പള്ളിയോ ക്ഷേത്രമോ മതധർമ്മ പദ്ധതിയോ ഇല്ല. എന്നാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്ര അധപതിത മനുഷ്യ സമൂഹമായാലും അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള മതം നിലവിലുണ്ടായിരിക്കും. കാട്ടിൽ കഴിയുന്ന ആദിവാസി വർഗക്കാർക്കിടയിൽ പോലും ഒരു തരം മതവ്യവസ്ഥയുണ്ട്. ഒരു മതവ്യവസ്ഥ വളർന്ന് വികസിച്ച് ഈശ്വരപ്രേമത്തിന്റെ ദിശയിലേക്ക് തിരിഞ്ഞാൽ അതു ജയിച്ചു. ശ്രീമദ് ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ പറഞ്ഞിട്ടുള്ളതു നോക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോ ഇവിടെ പറയുന്നത് എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിലും കൃഷ്ണാവബോധം ഉണ്ട്. കാരണം നമ്മൾ എത്രയോ ജന്മം കഴിഞ്ഞിട്ടാണ് ഇപ്പം ആരായിട്ട് വന്നിരിക്കുന്നത്, മനുഷ്യരായിട്ട് ജനിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മനുഷ്യരായിട്ട് തന്നെ എത്ര ജന്മം വന്നു നമുക്കറിയില്ല. എത്രയോ ജന്മം നമ്മൾ മനുഷ്യരായിട്ടും വന്നു കാണും. ഈ 84 ലക്ഷം
എന്താ പറയുക ജീവജാലങ്ങൾ, അതായത് ഈ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ജീവജാലങ്ങളായിട്ട് നമ്മൾ ജനിച്ചു കാണാം. ഇതൊന്നും നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പല ജന്മത്തും നമ്മൾ കൃഷ്ണനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ വന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണന്റെ ലോകത്തിൽ നിന്നാണ് വന്നത്. എന്നാൽ അപ്പൊ നമുക്ക് ആരെ നല്ല പരിചയമുണ്ട്? കൃഷ്ണനെ നല്ല പരിചയമുണ്ട്. പക്ഷെ ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ അത് മറന്നുപോയി നമുക്ക്. കാരണം ഈ ത്രിഗുണത്തിൽ പെട്ടത് കാരണമാണ് നമുക്ക് മറന്നുപോയി. അതിന് നമുക്കൊരു നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തന്നാൽ നമുക്ക് പ്രീതിപ്പെടാനേ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വസ്ത്രം വേണം, നമ്മൾ വിചാരിച്ചു ഇന്ന ഇന്ന ഡ്രസ്സൊക്കെ കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം എനിക്ക് ഡ്രസ്സ് വെറൈറ്റി ആയിട്ട് ഇടുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മളൊരു 100 ഡ്രസ്സ് എടുത്ത് കൊണ്ട് കൊടുത്തു, അവരുടെ വെറൈറ്റി ആയിട്ട് ഇനി നിങ്ങൾ ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എനിക്ക് 100 എണ്ണം കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ ഉടനെ അവർ വിചാരിക്കും വേറൊരാൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരെണ്ണം ഇട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഉടനെ തോന്നും അത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് തോന്നും. ഇപ്പോൾ 2ഉം 3ഉം കാറ് നമുക്കുണ്ട്, പക്ഷെ പുതിയ ഒരു കമ്പനിയുടെ വേറൊരു ടൈപ്പ് കാർ ഇറങ്ങിയാൽ അത് വേറൊരാൾ കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉടനെ നമുക്കൊരു ആഗ്രഹം വരും, അത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന്. അങ്ങനെ അഥവാ ആ കാറ് തന്നെ തിരിച്ച് മേടിച്ചു കൊടുത്താലും ഈ വ്യക്തിക്ക് പിന്നെയും തൃപ്തി ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഈ തൃപ്തി ഉണ്ടാകാത്തത്? എന്ത് കിട്ടിയാലും ആൾക്കാർക്ക് തൃപ്തി ഉണ്ടാകുന്നില്ല. കാരണം ആഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആഗ്രഹങ്ങൾ ഒരു പർട്ടിക്കുലർ ആഗ്രഹങ്ങളല്ല നമുക്കുള്ളത്, ഇഷ്ടംമാതിരിയുണ്ട്. ചിലപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെ എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം നടത്തി തന്നാൽ, എനിക്കൊരു ജോലി മാത്രം കിട്ടിയാൽ മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അതായത് ജോലി കിട്ടിയാൽ പിന്നെ ഞാൻ ആ കാശ് വെച്ച് ഞാൻ ജീവിച്ചോളാം എന്നാണ് ആൾക്കാർ വിചാരിക്കും. പിന്നെ എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല, എനിക്കൊരു ജോലി മാത്രം കിട്ടിയാൽ മതി. അപ്പൊ ചിലർ വിചാരിക്കും എനിക്കൊരു കല്യാണം മാത്രം നടന്നാൽ മതി, ജോലിയൊക്കെ എനിക്കുണ്ട്, കാശുണ്ട്, എനിക്കിനിയിപ്പോൾ എന്താ കല്യാണം മാത്രം നടന്നാൽ മതി, കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു കുട്ടി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. അപ്പോൾ അച്ഛനമ്മമാരെ എൻ്റെ മക്കളുടെ കല്യാണം മാത്രം നടന്നു കിട്ടിയാൽ മതി, ഈ വീട് മാത്രം വെച്ച് തീർന്നാൽ മതി എന്നെല്ലാം അതിന് എവിടെ പോയി പ്രാർത്ഥിക്കുക? ദൈവത്തിൻ്റെ അടുത്ത്. എന്നാൽ അത് തീരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീരുന്നേ ഇല്ല. അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആഗ്രഹങ്ങൾക്ക് ഒരു തരത്തിലും എൻഡില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ എന്ത് കിട്ടിയാലും തൃപ്തിയില്ല. കാരണം യഥാർത്ഥ തൃപ്തിയുള്ള കാര്യങ്ങൾ എവിടെയായിരുന്നത്? ഭഗവാന്റെ അടുത്താണ്. അപ്പോ ആ തിരിച്ച് അതേ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ ഒരാൾക്ക് തൃപ്തിപ്പെടാം, ഒരാൾക്ക് സന്തോഷം കിട്ടും. ബാക്കി എന്തൊരു വിഷയത്തിലും താൽക്കാലികമായിട്ട് സന്തോഷം കിട്ടും പോലെ ഇരിക്കും, പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിൽ സന്തോഷം കിട്ടില്ല, പിന്നെ വേറെ കിട്ടണം നമുക്ക്. കാരണം നമ്മുടെ ഒറിജിനൽ സാധനം ഇതുവരെ നമുക്ക് തിരിച്ചു കിട്ടിയില്ല. നമ്മൾ എവിടെയാണോ ആനന്ദിച്ചത്, എന്തിനെ കണ്ടിട്ടാണ് ആനന്ദിച്ചത്, എങ്ങനെയാണ് അനുഭവിച്ചത്, ആ അനുഭവം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാകൂ. അതുകൊണ്ടാണ് ഭക്തി മാർഗത്തിൽ വരുമ്പോൾ ഒരാളുടെ ആഗ്രഹം കുറയുന്നത്. കാരണം അവരിപ്പോൾ ഭഗവാനുമായിട്ട് നേരത്തെ യൂസ് ചെയ്ത അതേ കാര്യങ്ങൾ അവർ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് ഇപ്പൊ ഇതിനകത്ത് ടേസ്റ്റ് കിട്ടി. അപ്പൊ ബാക്കിയുള്ള ഭൗതികമായ വിഷയത്തിൽ അവർ പതുക്കെ വിട്ടു. കാരണം അതിൽ ടേസ്റ്റ് ഇല്ല അവർക്ക്. അങ്ങനെ വസ്ത്രം ഇടണം, അല്ലെങ്കിൽ അങ്ങനെ ആഭരണം ഇട്ട് നടക്കണം, ഇതിലല്ല അവർക്ക് ടേസ്റ്റ്. എപ്പോഴും കൃഷ്ണ കഥ കേൾക്കണം, കൃഷ്ണന്റെ കൃഷ്ണപ്രസാദം കഴിക്കണം, കൃഷ്ണനുമായിട്ട് ഗാനങ്ങൾ കീർത്തനം ചെയ്യണം. അങ്ങനെ ഭഗവാനെ കുറിച്ച് മാത്രം റിലേറ്റ് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്, കാരണം അവരുടെ ഹയർ ടേസ്റ്റ് എവിടെ ആയിരിക്കുന്നത്? ഉന്നതമായ ആനന്ദം, ഉന്നതമായ രുചി എവിടെയായിരിക്കുന്നത്? കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട്. അത് കിട്ടുമ്പോൾ ഭക്തന്മാരങ്ങനെ വിടും ഓരോന്നായിട്ട്. ഒരു ഗോസ്വാമി ആയാൽ ഒരു തരത്തിലും ബോഡി കോൺഷ്യസ് ഉണ്ടാവില്ല, ഒന്നിലും അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ഒറ്റ താല്പര്യമേ ഉണ്ടാവത്തുള്ളൂ, എന്താണ്? എന്നും കൃഷ്ണൻ നാമം ജപിക്കണം, വേറെ ഒന്നിലും ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ കൃഷ്ണബോധം എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനെ പുറത്തു കൊണ്ടുവരേണ്ടതാണ് ഒരു ഭക്തന്റെ ഡ്യൂട്ടി. അപ്പോ കൃഷ്ണാബോധം നമ്മൾ പഠിച്ചു, നമ്മൾ സന്തോഷിച്ചാൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഇനിയൊരു വ്യക്തിക്കും കൃഷ്ണാബോധം കൊടുക്കണം. അതായത് നമുക്ക് ദാനം കിട്ടി, നമുക്ക് ഗിഫ്റ്റ് കിട്ടി, കൃഷ്ണാബോധം നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കൃഷ്ണാബോധം മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ചെയ്യേണ്ടത്. ഇതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ട കാര്യം. എനിക്ക് കിട്ടി, ഞാൻ സന്തോഷമാണ്, ഇനി ആർക്ക് കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെങ്കിൽ എന്ത് എന്ന് ആര് വിചാരിക്കില്ല? ഒരു ഭക്തനും വിചാരിക്കില്ല. ശരിക്കും അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ നന്നായിട്ട് ജപിക്കുന്നവരാണെങ്കിൽ ഇനി ഒരു ഭക്തനെ നമ്മൾ ജപിപ്പിച്ചാൽ, അവർ ജപിച്ചാൽ നമ്മൾ പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുത്തു, അതനുസരിച്ച് ഇപ്പൊ ഡെയിലി ഭഗവത്ഗീത വായിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാവും.
നമുക്ക് ഒരിക്കലും വിഷമം ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ കുറെ കാശുണ്ട്, ഈ കാശ് ഓരോരുത്തർക്കായിട്ട് എടുത്ത് കൊടുത്തു നോക്കും, അറിയാൻ പറ്റും ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ സന്തോഷം പോകും. യഥാർത്ഥത്തിൽ ഭൗതിക വിഷയമാണ് ഇത്. നമ്മുടെ കയ്യിൽ നിന്ന് കുറയുമ്പോൾ നമുക്ക് സന്തോഷം പോകും. പക്ഷെ എന്നാൽ ഒരു വ്യക്തി നമ്മൾ നാമം പറഞ്ഞു കൊടുത്തവരെല്ലാം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രസാദം കൊടുക്കുന്നു, നമ്മൾ കഴിക്കാൻ വെച്ചിരിക്കുന്ന പ്രസാദം പോലും മറ്റൊരു ഭക്തൻ കഴിക്കുന്നത് കണ്ടാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, അല്ലെ? എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ ഭക്തന്മാരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മന്ത്രത്തിനെ കുറിച്ച്, അത് എങ്ങനെയാണ് ഈ കൃഷ്ണാബോധം തിരിച്ചു കൊണ്ടുവരിക എന്ന് ചോദിച്ചാൽ, എന്താണ് ശ്രവണ കീർത്തനം എന്ന് പറയുന്നുണ്ട്. ഒരാൾ കേൾക്കണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം. ആചാര്യാസ് ഇപ്പൊ പറയുന്നു, ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ല, ഈ ആചാര്യാസ് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കണം. അപ്പൊ ശ്രവണം, പിന്നെ നമ്മളത് കീർത്തനം ചെയ്യണം. കീർത്തനം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് രണ്ടും കീർത്തനമാണ്. അപ്പൊ അങ്ങനെ കീർത്തനം ചെയ്യണം, എങ്കിൽ കൃഷ്ണാബോധം, അകത്തിരിക്കുന്ന കൃഷ്ണാബോധം തനിയെ പുറത്തു വരും. ആ സന്തോഷം നമുക്ക് തനിയെ പുറത്തു വരും. ഇതെല്ലാം ചെയ്യും. അപ്പൊ ഇവിടെ പറയുന്നത് ചേതോദർപ്പണമാദനം ഭൗമഹാദാവാഗ്നി നിർവാപനം ശ്രേയ കൈതോ ചന്ദ്രിക വിതരണം എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ പറയും. അതായത് ചൈതന്യ മഹാപ്രഭു മനസ്സ് മുഴുവനും അഴുക്കാണ്. ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ ആ കണ്ണാടി എന്നും തുടയ്ക്കണം. ഒരു ദിവസം നമ്മൾ കണ്ണാടി തുടച്ചിട്ട് പിറ്റേ ദിവസം തുടച്ചില്ല എന്നുണ്ടെങ്കിൽ കണ്ണാടിയിൽ പൊടിയടിക്കും. അപ്പോൾ ഒരു 3 ദിവസം തുടച്ചില്ല, 5 ദിവസം തുടച്ചില്ലെങ്കിൽ ഈ കണ്ണാടിക്ക് നമ്മുടെ മുഖം നോക്കുമ്പോൾ ഒരുമാതിരി ബ്ലറായിരിക്കും. പിന്നെ ഒരു 10-15 ദിവസം, ഒരു മാസമൊക്കെ കഴിഞ്ഞ് തുടയ്ക്കാതെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖം അതിന് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിനിങ്ങനെ പൊടി അടിഞ്ഞുകൊണ്ടേയിരിക്കും, അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ ഇരിക്കണം? നമ്മുടെ കണ്ണാടി, മുഖം നോക്കുന്ന കണ്ണാടി എന്നും ക്ലീനെ തുടച്ചു വെച്ചിട്ട് നമ്മുടെ മുഖം വൃത്തിയായിട്ട് നമുക്ക് കാണാം. ഇതുപോലെയാണ് നമ്മുടെ ഹൃദയം. ഒരു ദിവസം നാമം ജപിച്ചാൽ ഒരു ദിവസം മനസ്സെല്ലാം ക്ലീൻ ആവും. നമ്മൾ എല്ലാ അഴുക്കൊക്കെ പോയി മനസ്സ് ഭയങ്കര ഫ്രഷ് ആയിരിക്കുകയാണ്, ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണ് നാമം ജപിച്ചതുകൊണ്ട്. പക്ഷെ ഈ സന്തോഷം എന്നും കിട്ടണമെങ്കിൽ എന്നും നാമം ജപിക്കണം. എങ്ങനെ കണ്ണാടി എന്നും തുടയ്ക്കുന്നോ അതുപോലെ എന്നും നാമം ജപിക്കുമ്പോൾ മനസ്സ് ക്ലീൻ ആയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മള് മനസ്സിനെ ക്ലീൻ ആയിട്ട് വെക്കണം. കാരണം എന്താ പറയാ, ഓരോ ജീവാത്മാക്കളും ജന്മമരണ ചക്രത്തിൽ പെട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നും ജനിച്ചും മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് കാട്ടുതീ പോലെയാണ്. ഇങ്ങനെ ആ ഭൗതിക വാസനകളും കാര്യങ്ങളുമായിട്ട് നമ്മളിങ്ങനെ നിർത്തണമെങ്കിൽ നമുക്ക് ഒരു ഉള്ളൂ, അമൃതം പോലെ ആ മന്ത്രം ഹരിനാമ ജപം മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. ഈ ഹരിനാമത്തിന് എത്ര മാറ്റം എന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ്? ജീവൻ മൃഗങ്ങൾ പോലും ഹരിനാമം കേട്ട് അത് ഡാൻസ് ചെയ്യും ആ ഹൃദയത്തില്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇസ്കോണിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വേറെ ഏത് അമ്പലത്തിലും കാണാൻ പറ്റില്ല. എല്ലാവരും നാമം ജപിക്കും, പക്ഷെ ആടുന്നത് എവിടെ വന്നാന്ന് വെച്ചാൽ ഇസ്കോണിൽ വന്നാലും നമുക്ക് കാണാൻ പറ്റും. ഹരിനാമം കേൾക്കുമ്പോൾ ആൾക്കാർ ആടിത്തുടങ്ങും. ഇങ്ങനെ ആടിത്തുടങ്ങും. എങ്ങനെയാണ്? ആ ഹൃദയത്തിനകത്ത് കൃഷ്ണഭക്തിയുണ്ട്, ആ ടേസ്റ്റ് ഉണ്ട്. ആ നാമം കേട്ടോണ്ട് ആ ജീവാത്മാവ് ആടിത്തുടങ്ങും, അവരറിയാതെ ആടിത്തുടങ്ങും. നമ്മുടെ ഇസ്കോൺ ടെമ്പിളിൽ ഒരാളുണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ ആടും. അങ്ങനെ എല്ലാം ഇഷ്ടമാണ്, പക്ഷെ അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ചാൽ ഈ ആടുന്ന കാര്യത്തിൽ വലിയ താല്പര്യമില്ല. ഈ ഭഗവാന്റെ നാമം പറഞ്ഞുകൊണ്ട് ഡാൻസ് ചെയ്യുന്നതിൽ അത് വലിയ താല്പര്യമില്ല. അപ്പോൾ പൊതുവെ കേരളത്തിൽ എങ്ങനെയാണ്? ആർക്കും താല്പര്യപ്പെടില്ല. പിന്നെ വന്ന് അവരുടെ ഉള്ളിൽ ആ കൃഷ്ണഭക്തി വരുമ്പോഴാണ് അവർ പതുക്കെ കൈ കൊട്ടി തുടങ്ങുന്നത്. അപ്പൊ ഈ പുള്ളി എന്ത് വന്നാലും ശരി തന്നെ ഇങ്ങനെ കൈ നല്ല ടൈറ്റായിട്ട് പിടിച്ചിരിക്കും, കൈ കൊട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കീർത്തനം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും നമസ്കാരം പറയും. എന്താണ്? ആ പ്രണാമ മന്ത്രം പറയുമ്പോൾ എല്ലാവരും നമസ്കരിക്കും. അപ്പൊ വെള്ളം തെളിക്കും. ഉടനെ പുള്ളി ഒരു തമാശയും കൂടെ പറഞ്ഞു, ഇവിടെ നിങ്ങളുടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആട്ടമുണ്ട് ആദ്യം, പിന്നെ വെള്ളം തെളിക്കും, എല്ലാവരും ബോധം കെട്ട് കിടക്കും, വെള്ളം തെളിക്കും, പിന്നെ എല്ലാവരും എണീറ്റ് പ്രസാദം കഴിക്കും. ഇതാണ് പരിപാടി. ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പുള്ളി വരും, ക്ലാസ് കേൾക്കും, ഫിലോസഫിയൊക്കെ ഇഷ്ടമാണ്, പ്രസാദം കഴിക്കും, പോകും. പക്ഷെ ഈ ഡാൻസിൽ ഇഷ്ടമല്ല. എന്നിട്ട് ഈ പുള്ളി ഒരു യാത്ര മായാപ്പൂർ വന്നു. അപ്പൊ മായാപ്പൂരിലെ ചൈതന്യ മഹാപ്രഭുയുടെ ബർത്ത് പ്ലേസ് ആണ്. അവിടെയാണെങ്കിൽ ആയിരക്കണക്കിന് ഭക്തന്മാരാണ്. ഈ പറയുന്നത് പോലെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് കോണിൽ പോയിരുന്നാലും ശരി, ഏത് മൂലയ്ക്ക് പോയിരുന്നാലും, എവിടെ പോയിരുന്നാലും എല്ലായിടത്തും എന്തുണ്ടാവും? ഒരു അമ്പലമെങ്കിൽ, ഈവൻ ആദിവാസികളുടെ ഇടയിൽ എന്താണ് ഫോറസ്റ്റിനകത്ത് പോയിരുന്നാൽ അവിടെയും അവർക്ക് ആരാധിക്കാൻ ഒരു മാർഗം ഉണ്ടാവും, ഒരു രീതി ഉണ്ടാവും. അതുപോലെ എല്ലാ ലോകത്ത് മുഴുവനും കൃഷ്ണാവബോധം ഇങ്ങനെ പ്രഭുപാദിന്റെ കാരണം കൊണ്ട് പ്രചരിപ്പിച്ചിരിക്കുകയാണ്. ലണ്ടനും അമേരിക്കയിലും അല്ലെങ്കിൽ എന്താ പറയുക ഈ ആഫ്രിക്കയിലും അവിടെ നിന്ന് എല്ലായിടത്തും, ചൈനയും ജപ്പാനും എല്ലാ സ്ഥലത്തു നിന്നും ഈ മായാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആൾക്കാർ വരും. കാരണം
ഇത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇവിടെ എല്ലാവരും ഒന്നിച്ചു കൂടും. അതേപോലെ ഒരു ആചാര്യ ലോചൻ ദാസ് ഠാക്കൂർ എന്ന് പറയുന്ന ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുത്തു, പക്ഷെ എന്നിൽ നിന്ന് കുറെ പേര് രക്ഷപ്പെട്ടു പോയി, അത് സ്വീകരിക്കാതെ. അവരെല്ലാം ഏതോ ദേശത്തിരിക്കുകയാണ്. പക്ഷെ എൻ്റെ സമ്പ്രദായത്തിൽ ഒരു സേനാധിപതി ഭക്തനും ഉണ്ടാവും. പ്രഭുപാദ് ഈ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പ് 500 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് ബുക്കിൽ, ഒരു സേനാധിപതി ഭക്തൻ വരും. ആ ഭക്തൻ വന്ന് ഇപ്പൊ രക്ഷപ്പെട്ടവരെ എല്ലാവർക്കും നാമജപം കൊടുത്ത് അവരെല്ലാം ഈ ചൈതന്യ മഹാപ്രഭുയുടെ ബർത്ത് പ്ലേസിൽ എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് ജയ് സച്ചിനന്ദന എന്ന് പറഞ്ഞ് ജപിക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഇത് എപ്പോ പറഞ്ഞു? ഈ 500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം അത് പ്രത്യക്ഷമായിട്ട് നടന്നു. എങ്ങനെ നടന്നു? പ്രഭുപാദ് കാരുണ്യപൂർവ്വം എല്ലാ പാശ്ചാത്യ ദേശത്തിൽ പോയിട്ടും പ്രഭുപാദ് പ്രചരണം ചെയ്തു, ഈ നാമത്തിനെ കുറിച്ച് പഠിപ്പിച്ചു, ശ്രീമദ് ഭാഗവതത്തിനെ പഠിപ്പിച്ചു. ഈ ആൾക്കാരെല്ലാം നാമം ജപിച്ചു. അവരെല്ലാം പറഞ്ഞതുപോലെ ഈ മായാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും ഒന്നിച്ചുകൂടി ഒരു പർട്ടിക്കുലർ ദിവസത്തിൽ ഇന്ന് ആയിരങ്ങളല്ല അവിടെ വരുന്നത്, 10,000-ങ്ങളാണ് അവിടെ വരുന്നത്. എല്ലാവരും ഒന്നിച്ച് ഹരിനാമം ജപിച്ചാൽ, നമ്മൾ ഒരു അമ്പലത്തിൽ അറിയാം, നമ്മൾ ഒരു 50 പേര് 100 പേര് ഇരുന്നിട്ട് ഹരിനാമം കേട്ടാൽ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. 10,000 ആൾക്കാർ ഒന്നിച്ച് ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ്, ആ റോഡ് കംപ്ലീറ്റ് ഫുൾ ബ്ലോക്ക് ആയിരിക്കും മായാപൂർ കംപ്ലീറ്റ്. 100 കണക്കിന് മൃദംഗ 100 കണക്കിന് കരത്താളം ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് അവർ കീർത്തനം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ തോന്നും ഇപ്പൊ ജീവൻ പോയാ നേരെ കൃഷ്ണന്റെ അടുത്ത് പോകും എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ അത് ഫുൾ കൃഷ്ണാവബോധത്തിൽ, കൃഷ്ണഭക്തിയിൽ എല്ലാ ഭക്തന്മാര് തലകാലം അറിയാതെ ഇങ്ങനെ ഡാൻസ് ചെയ്യും, തലകളാടും എന്ന് പറയാം നമുക്ക്. അപ്പോ ഈ ഹൃദയത്തിനകത്ത് നമ്മളൊരു ക്രിക്കറ്റ് കാണുമ്പോൾ ചിലപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം വരുമ്പോൾ അവരറിയാതെ വിളിയും ബഹളവും, വീട്ടിൽ കയ്യടിയും ചാട്ടവും ബഹളമൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആ ഭൗതികമായ ഒരു കാര്യം ഉള്ളിലിരുന്ന ഒരു സന്തോഷം വരുമ്പോൾ അവർ ഡാൻസ് ചെയ്യുന്നു. പക്ഷെ യഥാർത്ഥ സന്തോഷം എവിടെയായിരിക്കുന്നത്? ഈ ആധ്യാത്മിക നാമത്തിലാണ് ഇരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ജീവാത്മാവ് തലകളെ തന്നെയാണ്, ഡൗട്ടേ വേണ്ട. അപ്പൊ ഈ വ്യക്തി എന്താണ്, ഈ മായാപൂരിൽ വന്നു, ആദ്യത്തെ ഒരു ദിവസം ഇങ്ങനെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളി പതുക്കെ അങ്ങനെ, പുള്ളി അറിഞ്ഞില്ല, നമ്മളും അറിഞ്ഞില്ല, പുള്ളി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞായപ്പോൾ പുള്ളി കൈയെല്ലാം ഇട്ടിട്ട് അങ്ങനെ കൈ തട്ടി തുടങ്ങി. പിന്നെ നോക്കിയപ്പോ ഈ പറഞ്ഞ ആള് തലകളാടുന്നു അവിടെ കിടന്നു. അവസാനം എന്താ പറയാ, നമ്മളെല്ലാം നോക്കി, നമ്മളെല്ലാം ചിരിച്ചിട്ട് നോക്കുക, ഈ പ്രഭു ആടുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര ആട്ടം. പിന്നെ നമ്മൾ പോയില്ലെങ്കിലും കീർത്തനത്തിൽ അദ്ദേഹം ഉണ്ടാവും. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു, ഭയങ്കര ഒരു സംഭവമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്നു. കാരണം ആ ഹൃദയത്തിനകത്തിരിക്കുന്ന ആ കൃഷ്ണപ്രേമം ഏതോ ഒരു സാഹചര്യത്തിൽ നാമം കേൾക്കുമ്പോൾ അത് പുറത്തു വരും. അതുകൊണ്ടാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് ചോദിക്കും, ഒരു ജീവാത്മാവ് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുന്നു. അപ്പൊ പറയുന്നത് എന്താണ്? ഒരു ഹരിനാമം എവിടെയെങ്കിലും ദൂരത്തിൽ ജപിച്ചാൽ പോലും അതിൻ്റെ തരംഗങ്ങൾ അത് ചെവിയിൽ കേട്ടാൽ, അത് ഹൃദയത്തിനകത്ത് പോയാൽ മതി, ആ ജീവാത്മാവ് രക്ഷപ്പെടും. ഈവൻ ഒരു മൃഗമായിട്ട് പോട്ടെ, എന്താ പറയാ, മനുഷ്യരോ മൃഗങ്ങളോ ആരായിരുന്നാലും അതില് സംശയമില്ല എന്ന് ഹരിദാസ് ഠാക്കൂർ പറയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഉറക്കം ജപിക്കാം. ബാക്കി ഒരു ഗായത്രി മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഉറക്കം ഉച്ചത്തിൽ ജപിക്കാൻ പറ്റില്ല, അത് മനസ്സിനകത്ത് മാത്രം ജപിക്കേണ്ട മന്ത്രമാണ്. പക്ഷെ ഹരിനാമം ഉറക്കം ജപിക്കാം. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിലിരിക്കുന്ന പല്ലിയോ പാറ്റയോ കാക്കയോ പൂച്ചയോ ഏത് കേട്ടാലും ശരി, അവർക്കെല്ലാം കൃഷ്ണപ്രേമമാണ്. അത്രയും പവർഫുൾ ആണ്. അപ്പോ ഇത് ചൈതന്യ മഹാപ്രഭു തന്നെ പ്രൂവ് ചെയ്തു. എങ്ങനെ പ്രൂവ് ചെയ്തു? ജാർഖണ്ഡ് ഫോറസ്റ്റിൽ ചൈതന്യ മഹാപ്രഭു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു കീർത്തനം ചെയ്തപ്പോൾ മൃഗങ്ങളൊക്കെ ഡാൻസ് ചെയ്യും. കാരണം ചൈതന്യ മഹാപ്രഭു സാക്ഷാത് ഭഗവാനാണ്. ഭഗവാൻ കീർത്തനം ചെയ്താൽ, കൃഷ്ണൻ നിൽക്കുമ്പോൾ കൃഷ്ണന്റെ കൂടെ പശുക്കളുണ്ടാവും, മാനുണ്ടാവും, മയിലുണ്ടാവും, കിളികളുണ്ടാവും. ഇതെല്ലാം കൃഷ്ണന്റെ ഒപ്പം നിൽക്കും. കൃഷ്ണൻ ഓടക്കുഴൽ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ പശുക്കളും ഓടി വരും, എല്ലാ മൃഗങ്ങളും ഓടി വരും, എല്ലാവരും എൻജോയ് ചെയ്യും. ഗോപികൾ, ഗോപന്മാർ എല്ലാവരും എൻജോയ് ചെയ്യും. അതുപോലെ ചൈതന്യ മഹാപ്രഭു വന്നപ്പോൾ എല്ലാവരും ആസ്വദിച്ചു കൃഷ്ണപ്രേമം, ഹരിനാമം ആസ്വദിച്ചു. അപ്പൊ അത്രയും പവർഫുൾ ആണ്. എന്നാൽ അതേ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ഹരിദാസ് ഠാക്കൂർ എന്ന് പറയുന്ന ആചാര്യൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹം മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ട് ഇങ്ങനെ നാമം ജപിച്ച് ഒരു ദിവസം 3 ലക്ഷം പ്രാവശ്യം ഹരിനാമം ജപിക്കും. അങ്ങനെ ഡെയിലി ഉറങ്ങുന്നത് കഴിക്കുന്നത് എല്ലാം 2 മണിക്കൂർ മാത്രമാണ് ചെയ്യുന്നത്. ബാക്കി 22 മണിക്കൂറും അദ്ദേഹം നാമജപം മാത്രമാണ്. അഥവാ നാമജപം തീർന്നില്ലെങ്കിൽ അന്ന് കഴിക്കില്ല, അന്ന് ഉറങ്ങില്ല, അന്ന് കുളിക്കില്ല, ഇതൊന്നും ചെയ്യില്ല.
അദ്ദേഹത്തിന്റെ മെയിൻ കാര്യം എന്ത് തന്നെയാണ്? നാമജപം തന്നെയാണ്. ഇങ്ങനെയാണ് ഹരിദാസ് ഠാക്കൂർ എഴുതുന്നത്. അതേ ഹരിദാസ് ഠാക്കൂർ എന്താ പറയാന്ന് വെച്ചാല്, ഈ ഹരിദാസ് ഠാക്കൂറിന്റെ നാമം അപ്പൊ ഈ ആൾക്കാരെല്ലാം കുറ്റം പറഞ്ഞു. മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ട് വേദമന്ത്രം ജപിക്കുന്നു, കൃഷ്ണനാമം ജപിക്കുന്നു, ഇത് ചെയ്യാൻ പാടില്ല, ഇയാളെ ഈ നാട് വിട്ട് ഓട്ടിക്കണം എന്ന് പറഞ്ഞ് കുറേ വലിയ ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഓട്ടിക്കാൻ ശ്രമിച്ചു. ബ്രാഹ്മണന്മാരും അവരെല്ലാം ഓട്ടിക്കാൻ ശ്രമിച്ചു. അപ്പൊ അവരെന്താ ചെയ്തെന്ന് വെച്ചാല്, അവര് ഒരു സ്ത്രീനെ വിട്ടിട്ട് മോശമായിട്ട് കാണിച്ച് ഓട്ടിക്കാൻ ശ്രമിച്ചു. അവസാനം ആ സ്ത്രീ എന്ത് ചെയ്തു? അവരിങ്ങനെ ഇദ്ദേഹം ജപിക്കുന്ന നാമത്തിനെ കേട്ട് 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 അവര് വലിയൊരു ഭക്തയായി മാറിയിട്ട് മാപ്പാക്കാൻ മൂന്നാമത്തെ ദിവസമായപ്പോൾ അവർ ഹരിദാസ് ഠാക്കൂറിന്റെ കാലിൽ വീണ് പറഞ്ഞു, ഞാൻ വലിയ അപരാധം ചെയ്തു, വലിയ പാവം ചെയ്തു, അങ്ങേ പോലത്തെ പരിശുദ്ധമായ ഒരു ഭക്തന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങേ നാണം കെടുത്താൻ വേണ്ടി വന്നു, കാശിന് വേണ്ടിയിട്ടാണ് വന്നത്, ഞാൻ ചെയ്തത് അപരാധമാണ്, എനിക്ക് മാപ്പാക്കണം, എന്നെ ശിഷ്യയായി സ്വീകരിക്കണം എന്ന് പറഞ്ഞു. വന്നത് എന്തിനാണ്? കാശിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അവർ. പക്ഷെ ഹരിദാസ് സ്വീകരിച്ചു. ആ സ്ത്രീ സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ എന്താണ്? അവർക്കൊരു നാമം ഉപദേശം കൊടുത്തു, ദീക്ഷ കൊടുത്തിട്ട് പറഞ്ഞു, ഈ ആശ്രമത്തിൽ നീ ഇരുന്ന് ഇവിടെ തന്നെ ഇരുന്ന് നാമം ജപിക്ക്, ബാക്കി എല്ലാ പ്രവൃത്തിയും അങ്ങ് നിർത്തിയിരിക്കുന്നു. അങ്ങനെ ആ ഹരിദാസിന്റെ ആശ്രമത്തിൽ ആ സ്ത്രീ ഇരുന്ന് നാമം ജപിച്ചു. ഒരു വളരെ മോശപ്പെട്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്, ഒരു വ്യഭിചാരി സ്ത്രീനെ പോലും ഹരിദാസ് ഠാക്കൂർ വളരെ ഈസി ആയിട്ട് വെറും 3 ദിവസം കൊണ്ട് അവരുടെ മൊത്തവും മാറ്റി, ജീവിതമേ ധന്യമാക്കി. അങ്ങനെ ഹരിനാമം ജപിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഹരിദാസ് ഠാക്കൂർ വിചാരിച്ചു, ഞാൻ ഈ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി കാട്ടിനകത്ത് പോയപ്പോൾ ഒരു ഗുഹയ്ക്കകത്ത് പോയി, ആരും അറിയാതെ അവിടെ നിന്ന് നാമം ജപിച്ചാൽ മതിയല്ലോ, വേറെ ഒന്നും വേണ്ടല്ലോ. അതിനകത്ത് ഭയങ്കര വിഷമുള്ള ഒരു പാമ്പാണ്. അപ്പൊ ഹരിദാസ് ഠാക്കൂറിന് തന്നെ മനസ്സിലാകുന്നുണ്ട്, അതിന്റെ വിഷത്തിന്റെ സ്മെല്ലടിച്ചാൽ തന്നെ ആൾക്കാർക്ക് അസുഖം ഉണ്ടാകും. അപ്പൊ പലരും എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും വരില്ല, ഈ പാമ്പ് ഉള്ളത് കാരണം തന്നെ അവിടെ ആരുമേ വരില്ല. അപ്പൊ ഹരിദാസ് സെലക്ട് ചെയ്ത് ഇവിടെ ആരും വരില്ല, അപ്പൊ എനിക്കൊരു പ്രശ്നമല്ല, ഇവിടെ ആരും അവകാശപ്പെട്ടും വരില്ല, അതുകൊണ്ട് അവിടെ നിന്ന് ജപിക്കാം. ജപിച്ചിരിക്കുമ്പോ ഒരു 3 ദിവസം ജപിച്ചതേ ഉള്ളൂ. ഈ പാമ്പ് എന്ത് വിചാരിച്ചു വെച്ചാൽ, ഇത്രയും വലിയ പാമ്പ് പരിശുദ്ധമായി. പാമ്പ് ഏറ്റവും അസൂയുള്ള ഒരു ജന്തുവാണ് പാമ്പ് എന്ന് പറയുന്നത്. പട്ടിയെ നമ്മൾ ചവിട്ടിയാൽ പട്ടി വേദനിച്ചാലേ കടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ കടിക്കില്ല. പക്ഷെ പാമ്പിന് വേദനിച്ചില്ലെങ്കിലും കടിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത്രയും അസൂയ അതിന്റെ മനസ്സിലുണ്ട്. എന്നെ ഇവൻ ഉപദ്രവിക്കുമോ എന്ന് പറഞ്ഞ് ടക്കനത് പോകും. അതുകൊണ്ട് അസൂയുള്ള ആൾക്കാർ അടുത്ത ജന്മം എന്തായിട്ട് ജനിക്കും? പാമ്പായിട്ട് ജനിക്കും എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോ ആ പാമ്പിന് അതുകൊണ്ടാണ് ഭയങ്കര പേടി. എന്തെങ്കിലും അനക്കം കേട്ടാൽ അവിടെ നിന്ന് ഓടും, എന്നെ ഇവൻ ഉപദ്രവിക്കും. എല്ലാവരും എനിമിയായിട്ട് മാത്രമേ അത് കാണത്തുള്ളൂ. ഇവൻ എന്നെ ഉപദ്രവിക്കും എന്ന് പറഞ്ഞ് അത് പേടിച്ചു ഓടും. ആക്ച്വലി പാമ്പ് വന്ന് കടിക്കില്ല. വന്ന് എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുമ്പോൾ മാത്രമേ ഫ്രണ്ടിൽ നിന്ന് കടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പാമ്പ് രക്ഷപ്പെട്ടു പോകാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ആ പാമ്പ് എന്ത് ചെയ്തു? ഇപ്പൊ ഹരിദാസിന്റെ നാമം കേട്ട് അവിടെ നിന്ന് പോയപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി അവിടെ പാമ്പ് പോയി. പിന്നെ എല്ലാവരും ആ ഹരിദാസ് ഠാക്കൂറിനെ കാണാനായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഹരിനാമത്തിന് അത്രയും മഹാത്മ്യമുണ്ട്. ഈ ഹരിനാമം ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എല്ലാവരും, അതായത് ഹരിനാമം തന്നെ ഒരാൾക്ക് ദാനമായിട്ട് കൊടുക്കാം എങ്കിൽ അവർ കൃഷ്ണഭക്തനായിട്ട് വരുമെന്ന് പറയും. എന്നാൽ ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു യോഗി ജ്ഞാനി ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. അവരുടെ സംഘം എന്താകും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭക്തിയെ നശിപ്പിച്ചു പോകും. കാരണം ഭഗവാന് രൂപമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി അപരാധികളാണ്. അവരുടെ സംഘം എടുക്കാൻ പാടില്ല എന്ന് ചൈതന്യ മഹാപ്രഭു വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. അടുത്തത് ഇവിടെ വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ ഹൈദുക്യ പ്രതിഹത യയാത്മാ സുപ്രസീദതി. പരമപുരുഷോത്തമനിൽ പരമമായ ഭക്തി ഉണ്ടാകുന്നതിന് കാരണഭൂതമായ വ്യാപാരമേതോ അതാണ് മനുഷ്യരുടെ ഏറ്റവും മികച്ച ധർമ്മം. ആ ഭക്തിയാകട്ടെ ലാഭേച്ഛയില്ലാത്തതും തടസ്സമില്ലാത്തതും ആയിരിക്കണം. എന്നാലേ ആത്മാവിന് പൂർണ്ണമായ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. മാനവ സമുദായാംഗങ്ങൾ മനഃശാന്തി ഇച്ഛിക്കുന്നുവെങ്കിൽ, മനുഷ്യർ തങ്ങളിലും രാഷ്ട്രങ്ങൾ തങ്ങളിലും സമാധാനവും മൈത്രിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരമപുരുഷോത്തമനായ കൃഷ്ണനോടുള്ള അന്തർലീനമായ ഭക്തിയെ വളർത്തുന്നതിന് സഹായകമായ
കൃഷ്ണാവബോധത്തിൽ അധിഷ്ഠിതമായ ധർമ്മവ്യവസ്ഥയെ അനുസരിക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ജനങ്ങൾ അത് ചെയ്യുന്നുവോ അത്രയും എളുപ്പത്തിൽ അവരുടെ ഹൃദയം ശാന്തിയാലും സമാധാനത്താലും പരിപൂർണമായിത്തീരും. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഇത്തരുണത്തിൽ കൃഷ്ണാവബോധ പ്രചാരണ തൽപരന്മാരായ എല്ലാ ഭക്തന്മാരെയും മായാവാദികളോട് സംസാരിക്കുന്നതിൽ നിന്ന് കർശനമായി വിലക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ മായാവാദികൾ എപ്പോഴും ഇത്തരം ഈശ്വരാരാധനാ പ്രവർത്തനങ്ങളെ എതിർക്കുവാൻ കാപ്പുകെട്ടിയവരാണ്. ലോകം മായാവാദികളെ കൊണ്ടും നാസ്തികന്മാരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. മായാവാദത്തെയും മറ്റു നാസ്തിക ദർശനങ്ങളെയും കൂട്ടുപിടിച്ച് മുതലാക്കിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഭൗതികതയെ വളർത്തിക്കൊണ്ടുവരാൻ നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അവർ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തെ എതിർക്കുന്നതിനു വേണ്ടി ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ജനങ്ങളിൽ ഈശ്വരാവബോധം വളർത്തുന്ന കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന് അഭിവൃദ്ധിയുണ്ടാകരുതെന്നാണ് മായാവാദികളുടെയും ഇതര നാസ്തികന്മാരുടെയും ആവശ്യം. ഇത് അക്കൂട്ടരുടെ ഒരു നയമായി തീർന്നിരിക്കുന്നു. പാലും പഴവും നൽകി പാമ്പിനെ തീറ്റിപ്പോറ്റുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ആ ജീവിയെ തൃപ്തിപ്പെടുത്തുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് പാലും പഴവും ഭക്ഷിക്കുന്ന പാമ്പ് കൂടുതൽ വിഷവീര്യം ഉള്ളതായി തീരുകയാണ് ചെയ്യുന്നത്. കേവലം വിഷവർദ്ധനം. ഒരു പാമ്പിന് പാൽ കൊടുത്താൽ അതിൻ്റെ വിഷം വർദ്ധിക്കുന്നു. അതേ കാരണത്താൽ മായാവാദികളും കർമ്മികളുമാകുന്ന പാമ്പുകളുടെ മുമ്പിൽ നമ്മുടെ ഹൃദയം വെളിപ്പെടുത്തരുത്. അത് ഒരു വിധത്തിലും സഹായകമാവുകയില്ല. അവരുമായുള്ള സമ്പർക്കവും സഹവാസവും പൂർണ്ണമായി ഒഴിവാക്കുകയും രഹസ്യ കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഉപദേശം തേടാതിരിക്കുകയുമാണ് ഉത്തമം. എന്തുകൊണ്ടെന്നാൽ നല്ല ഒരു ഉപദേശം അവരിൽ നിന്ന് ലഭ്യമാവുകയില്ല. മായാവാദികളെയും നാസ്തികരെയും ഒരു കാര്യത്തിനും ക്ഷണിച്ചു വരുത്തേണ്ടതില്ല. അവരുടെ ക്ഷണം നാം ഒരിക്കലും സ്വീകരിക്കേണ്ടതുമില്ല. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അത്തരക്കാരുമായി സമ്മേളിക്കുന്നതിനിടയായാൽ അവരുടെ ക്ഷണം നാം ഒരിക്കലും സ്വീകരിക്കേണ്ടതുമില്ല. കാരണം അവരുടെ നാസ്തികത മുറ്റിയ മാനസം നമ്മെ എങ്ങനെയെങ്കിലും ബാധിച്ചു എന്ന് വരാം. സംഘാത് സംജായതേ കാമ. ഈ പദ്യത്തിലെ നിഷേധമനുസരിച്ചാണ് മായാവാദികൾക്കും നാസ്തികർക്കും നാം ഒന്നും നൽകേണ്ടതില്ലെന്നും അവരിൽ നിന്നും നാം ഒന്നും സ്വീകരിക്കേണ്ടതില്ലെന്നും പറയുന്നത്. വിഷയീര അന്ന ഘായിലെ ദുഷ്ടഹയമന. വിഷയികൾ ഉണ്ടാക്കിത്തരുന്ന അന്നം ഭക്ഷിക്കുന്നത് മൂലം ഒരാളുടെ മനം ദുഷിച്ചു പോകുന്നു എന്ന് ചൈതന്യ മഹാപ്രഭുവും മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. കൃഷ്ണാവബോധ പ്രക്രിയയിൽ നല്ല പോലെ മുന്നേറാത്തവർക്ക് എല്ലാവരുടെയും സംഭാവനകളെ കൃഷ്ണാവബോധ പ്രസ്ഥാന പുരോഗതിക്കായി ഉപയുക്തമാക്കാൻ സാധിക്കുകയില്ല. ആകയാൽ ഒരു തത്വം എന്ന നിലയിൽ തന്നെ മായാവാദികളുടെയും നാസ്തികരുടെയും ദാനങ്ങൾ ഒരാളും സ്വീകരിക്കരുത്. വിഷയസുഖ ലോലുപരായ സാമാന്യ ജനങ്ങളുമായി പോലും സമ്പർക്കമരുതെന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമ്മെ അനുശാസിക്കുന്നത്. ഇത് വായിക്കണോ പ്രഭു? ഹരേ കൃഷ്ണ. ചുരുക്കത്തിൽ നാം എപ്പോഴും ഭക്തന്മാരുമായി കൂടിക്കഴിയണം. ഭക്തി സാധനകളായ യമനിയമങ്ങൾ പാലിക്കണം. ആചാര്യന്മാരുടെ പദവിന്യാസങ്ങളെ അനുസരിക്കണം. ആധ്യാത്മിക ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ പരിപൂർണമായ അനുസരണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുകയും വേണം. അങ്ങനെ നമുക്ക് ഭക്തിയുത സേവനത്തെയും അന്തർലീനമായ കൃഷ്ണാവബോധത്തെയും പരിപുഷ്ടമാക്കാം. പുതുതായി കൃഷ്ണാവബോധത്തിലേക്ക് പ്രവേശിച്ചവനോ അതിൽ അങ്ങേയറ്റം മുന്നേറിയ മഹാഭാഗവതനോ അല്ലാത്ത മധ്യസ്ഥരായ ഭക്തന്മാർ പരമപുരുഷോത്തമനെ പ്രേമപൂർവം ഭജിക്കുകയും മറ്റു ഭഗവത് ഭക്തന്മാരുമായി സമ്മേളിക്കുകയും അജ്ഞാനികളിൽ അനുകമ്പ തൂകുകയും അസൂയാലുക്കളും രാക്ഷസ പ്രകൃതികളുമായ ജനങ്ങളെ പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ്. പരമപുരുഷോത്തമനുമായി പ്രേമ വ്യവഹാരം എങ്ങനെ വേണം എന്ന് ഭക്തന്മാരുമായി എങ്ങനെ മൈത്രിയിലേർപ്പെടണമെന്നും പ്രസ്തുത പദ്യത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദദാതി തത്വമനുസരിച്ച് ഒരു മുതിർന്ന ഭക്തൻ തൻ്റെ സമ്പാദ്യത്തിൽ 50% ഈശ്വരനെയും ഈശ്വര ഭക്തന്മാരെയും സേവിക്കുന്നതിനായി ചെലവ് ചെയ്യേണ്ടതാണ്. ശ്രീല രൂപഗോസ്വാമി സ്വന്തം ജീവിതത്തിൽ ഇതിനൊരു നല്ല ദൃഷ്ടാന്തമത്രേ.
അദ്ദേഹം ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുവാൻ നിശ്ചയിച്ചപ്പോൾ തൻ്റെ ജീവിത സമ്പാദ്യത്തിൻ്റെ 50% കൃഷ്ണ സേവനത്തിനും 25% ബന്ധുക്കൾക്കും ബാക്കി 25% സ്വന്തം അത്യാവശ്യങ്ങൾക്കുമായും ഭാഗിക്കുകയുണ്ടായി. എല്ലാ ഭക്തന്മാരും ഈ ദൃഷ്ടാന്തം പിന്തുടരണം. ഒരാളുടെ സമ്പത്ത് എത്രയായാലും വേണ്ടില്ല, കൃഷ്ണനും കൃഷ്ണഭക്തർക്കുമായി പകുതി ഭാഗം ചെലവഴിക്കുക തന്നെ വേണം. അങ്ങനെയായാൽ ദദാതി തത്വം പൂർണ്ണമായി നിർവഹിക്കപ്പെടും. അടുത്ത പദ്യത്തിൽ ശ്രീല രൂപഗോസ്വാമി നമ്മോട് പറയുന്നത് ഏതു വിധത്തിലുള്ള വൈഷ്ണവനെയാണ് നാം മിത്രമായി കൈക്കൊള്ളേണ്ടത്, വൈഷ്ണവന്മാരെ എങ്ങനെയാണ് സേവിക്കേണ്ടത് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു മതി. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് സവൈ പുംഷ പരോധർമ്മ യഥോഭക്തി അധോക്ഷിത എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ജീവാത്മാവിന്റെ പരമമായ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് എന്ന് ചോദിച്ചാൽ കൃഷ്ണാവബോധം സ്വീകരിക്കണം. അപ്പോ കൃഷ്ണാവബോധം സ്വീകരിക്കാതെ എന്ത് തന്നെ ചെയ്തിരുന്നാലും അത് ഒരു ധർമ്മമല്ല, പരമമായ ധർമ്മമല്ല. അപ്പൊ ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ എല്ലാവർക്കും, എന്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണാവബോധത്തിൽ വരിക. അത് ആർക്കാണ് വരേണ്ടത്? മനുഷ്യർക്ക് വരേണ്ട വളരെ അത്യാവശ്യമായ കാര്യം. കാരണം ഇത് നമ്മൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും എല്ലാം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ അതിനൊരു സമയം, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃഷ്ണാവബോധത്തിൽ വരണം. വന്നാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ, സമാധാനം. ഈ സന്തോഷവും സമാധാനവും നമുക്ക് എന്തുകൊണ്ട് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കേണ്ടത് അത് എടുത്തിട്ടില്ല, നമ്മൾ കൃഷ്ണാവബോധം സ്വീകരിച്ചിട്ടില്ല. സ്വീകരിച്ച വ്യക്തിക്ക് തീർച്ചയായും എന്തുണ്ടാവും? ആ സന്തോഷവും സമാധാനവും ഉണ്ടാവും. അപ്പോൾ ഈ സന്തോഷവും സമാധാനവും വരുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പ്രശ്നം ഉണ്ടാവും. ഇതുപോലെ ഈ ഡീലിങ്സ് 6 കാര്യം, ഗിഫ്റ്റ് കൊടുത്തു, മേടിച്ചു, പിന്നെന്താ പറയുക, ആഹാരം കൊടുത്തു, ആഹാരം തിരിച്ചു മേടിച്ചു, ആഹാരം നമ്മൾ മേടിച്ച് തിരിച്ച് കഴിക്കുന്നുണ്ട്, രഹസ്യങ്ങൾ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, രഹസ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ 6 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ രഹസ്യങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ ഈവൻ ഒരു ഭക്തനായിരുന്നാലും എല്ലാ ഭക്തന്റെ അടുത്ത് എല്ലാം പറയാൻ പാടില്ല. മെച്ചുവറായ ഒരു ഭക്തൻ, കാരണം നമ്മൾ പറയുന്ന രഹസ്യം രഹസ്യമായിട്ടുണ്ടാകണം. അത് പരസ്യമായാൽ, നമ്മൾ പറയുന്ന കാര്യം ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് നമ്മൾ നാറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെയ്ത്ത് പോകും, നമ്മുടെ സ്നേഹം പോകും. അപ്പോൾ എന്തിനാണ് ആ വ്യക്തി ആ രഹസ്യം പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഒരു ഡിവോട്ടിയുടെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ രഹസ്യം പറയാതെ നമുക്ക് വെച്ചേക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതെല്ലാം ചെയ്യുന്നുണ്ട്, എങ്കിലും ആരെടുത്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 6 കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്തേ മതിയാവും. എന്നാൽ ഇവിടെ മായാവാദി എന്ന് പറയുന്ന ഒരു കാര്യം ഭക്തി സിദ്ധാന്ത മഹാരാജ് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. അവരുമായിട്ട് നമ്മൾ ഒരു തരത്തിലും ഇടപഴകരുത്. അത് ഭക്തി സിദ്ധാന്ത മഹാരാജ് മാത്രമല്ല പറയുന്നത്, സാക്ഷാത് ഭഗവാനായ ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട്. മായാവാദ ഭാഷ്യ സുനിലോ ഹൈ സർവനാശ എന്ന് പറയുന്നുണ്ട്. മായാവാദിയുടെ ഭാഷ്യം സുനിലോ കേൾക്കുന്നത് സർവനാശവും ഒരു വ്യക്തിക്കുണ്ട്. ഭഗവാന് രൂപമില്ല, ഭഗവാൻ വ്യക്തിയല്ല, ഭഗവാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഭഗവാനെ തരം താഴ്ത്തുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഭാഗവതം കേൾക്കാൻ പാടില്ല, രാമായണം കേൾക്കാൻ പാടില്ല. അങ്ങനത്തെ വ്യക്തികളുടെ അടുത്ത്, ഭഗവാന്റെ രൂപം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രമേ നമ്മൾ കേൾക്കാവൂ. എങ്ങനെയാണ്? ഒരു പാമ്പിന് പാല് കൊടുക്കുന്നത് പോലെയാണ്. പാമ്പിന്റെ പാല്, പാമ്പ് കഴിച്ചിട്ട് വെച്ചിരിക്കുന്ന പാല് വിഷം തന്നെയാണ്, അല്ലെ? അത് നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. പാല് നല്ലതാണ്, അത് അമൃതമാണ്, നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്, അല്ലെ? പക്ഷെ എന്താണ്? സർപ്പോ ഉച്ഛിഷ്ട ഭയോ കുംഭം എന്നാണ്. പാല് കുടിച്ചിട്ട് വെച്ചിരിക്കുന്ന ആ കുംഭത്തിൽ, ആ ഇരിക്കുന്ന കലത്തിലിരിക്കുന്ന പാല് പാമ്പാണ് ഉച്ഛിഷ്ടമാണെങ്കിൽ അത് നമുക്ക് വിഷമാണ്. അത് നല്ലതാണ്, യഥാർത്ഥത്തിൽ പാല് നല്ലതാണ്. പക്ഷെ ഇപ്പൊ ഈ പാല് എന്തായി? പാമ്പ് നക്കിയിട്ട് വെച്ചു, അതുകൊണ്ട് അത് വിഷമാണ്. അതേപോലെ ശ്രീമദ് ഭാഗവതം അമൃതം പോലെയാണ്, അത് നമ്മൾ ശ്രവിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ ഇപ്പൊ ആരാ അത് തൊട്ടത്? അത് നോൺ ഡിവോട്ടി, ഭക്തനല്ലാത്ത ഒരാൾ പറഞ്ഞത് കൊണ്ട് അത് നമുക്ക് ഭക്തി ഉണ്ടാവില്ല, ഒരിക്കലും ഭക്തി ഉണ്ടാവില്ല. കാരണം അത് ഭക്തിയിലല്ല പറയുന്നത്, അതുകൊണ്ട് അത് ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇനി നമ്മൾ എന്താണ്? അതേപോലെ ഈ മായാവാദി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു പ്രോഗ്രാമിന് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. ഇനി അവരെ ഇൻവൈറ്റ് ചെയ്താൽ നമ്മൾ പോകാനും പാടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടും കൃഷ്ണഭക്തിക്ക് തടസ്സം ഉണ്ടാകുന്ന കാര്യമാണ്. അവരുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരു ഭക്തനെ തീർച്ചയായും നമ്മൾ വീട്ടിൽ വിളിക്കണം, നമ്മുടെ വീട്ടിൽ അവർക്ക് പ്രസാദം കൊടുക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ചെയ്യണം, എങ്കിലേ നമ്മുടെ കൃഷ്ണഭക്തി വളരത്തുള്ളൂ. കാരണം അവരുടെ കയ്യിൽ എന്തുണ്ട്? കൃഷ്ണഭക്തി ഉണ്ട്, അവർക്ക് നമുക്ക് തരാൻ സാധിക്കും.
അവരുടെ കയ്യിലുള്ളത് അവർക്ക് തരാൻ സാധിക്കും. അപ്പൊ അവരെ എന്ത് ചെയ്യണം? നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് റെസ്പെക്ട് ചെയ്ത് അവരുടെ കയ്യിലിരിക്കുന്ന കൃഷ്ണ ഭക്തി നമ്മൾ സ്വീകരിക്കണം. മറ്റുള്ളവരുടെ കയ്യിൽ കൃഷ്ണഭക്തി ഇല്ല, അയാളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ സ്വീകരിച്ച് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അയാൾ എന്ത് തരും? അയാളുടെ കയ്യിലിരിക്കുന്ന സാധനം തരും. കൃഷ്ണന് രൂപമില്ല, കൃഷ്ണൻ വ്യക്തിയല്ല, കൃഷ്ണൻ ഭഗവാനല്ല എന്ന് പറയുന്ന കാര്യം നമുക്ക് തന്നിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് എന്ത് ലാഭമാണ്? നമുക്ക് ലാഭമില്ല, ജന്മം തന്നെ വേസ്റ്റ് ആയിപ്പോ ഈ ജന്മം. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു കേൾക്കരുത്, അഥവാ കേട്ടാൽ നിങ്ങൾ നേരെ പോയി ഗംഗയിൽ ചാടി കുളിക്കണം എന്ന് പറഞ്ഞു. ഗംഗയിൽ ചാടണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഇവിടെ എന്ത് പറയുന്നുണ്ട് കാര്യം. ഇനി നോൺ ഡിവോട്ടീസ്, ഭക്തരല്ലാത്തവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആഹാരവും കഴിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഗിഫ്റ്റാണ്, അതാണ് നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ബാക്കിയുള്ള കാര്യം 3 തരത്തിൽ ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അത് അടുത്ത ശ്ലോകത്തിൽ പറയും. ഉത്തമാധികാരി, മധ്യമാധികാരി, കനിഷ്ഠാധികാരി എന്ന് പറഞ്ഞിട്ട് 3 തരത്തിൽ ഭക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് വായിച്ചു നോക്കൂ, ഇതിലുള്ളത് ഒരിക്കൽ കൂടെ വായിച്ചു നോക്കൂ. വളരെ ഫിലോസഫിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ട് കുറച്ചായിട്ട് അത് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. എത്ര പറ്റുമോ ആ രീതിയിൽ നിങ്ങളത് ഫോളോ ചെയ്യൂ. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലി ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് സംശയങ്ങൾ വരും. അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ അതെനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എൻ്റെ സാഹചര്യം വേറെയാണ്, അതിൽ ഞാൻ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്നുള്ളത് ഇതേ സംശയം എല്ലാവർക്കും ഉണ്ടാവും. ചിലർ ചോദിക്കും, ചിലർ ചോദിക്കില്ല. നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഹരേ കൃഷ്ണ. വാഞ്ചകൽപാതരോഗ്യസ്യ കൃപാ സിന്ധു കേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ അനന്തപുരി വൈഷ്ണവൃന്ദകി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.